أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن الناس من يشري نفسه ابتغاء مرضات الله والله رؤوف بالعباد. صدق الله مولانا العظيم. من أحب سنتي عند فساد أمتي فله أجر 100 شهيد أو كما قال رسول الله. ما جف دم سال من عينين لكنه يجري على الخدين من حب قلبي سيد الكونين حيا وميتا في التراب رميما صلوا عليه وسلموا تسليما وعلى أمة سيدنا مولانا محمد صلى الله عليه وسلم. ആദരണീയനായ തങ്ങളവറുകളെ, ബഹുമാനമുള്ള ഉലമാക്കളെ, സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, കാരുണ്യവാനായ തമ്പുരാൻ ഇനി എത്ര കാലം നമ്മെ ഈ ഭൂമിയിൽ ജീവിപ്പിക്കുന്നുണ്ടോ അക്കാലം മുഴുവൻ നമ്മുടെ ജീവിതം കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടാകാത്ത വിധത്തിൽ സ്വന്തമായി സുജൂദ് ചെയ്ത് ജീവിക്കാനും മരിക്കുമ്പോൾ ആഖിബത്ത് നന്നായി മരിക്കാനും മഹ്ശറയിൽ മുത്തഖീങ്ങളോടൊപ്പം സമ്മേളിക്കാനും ഈ സംഗമത്തിൽ പങ്കാളികളായിരിക്കുന്ന നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഇണകളെയും മക്കളെയും കുടുംബാംഗങ്ങളെയും ഗുരുനാഥന്മാരെയും മറ്റ് നാമുമായി ഖൈറായ നിലയിൽ ബന്ധങ്ങളുള്ളവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അല്ലാഹുവേ, ഞങ്ങളെപ്പോലെ ഈ ഉറൂസിനകത്തൊക്കെ പങ്കെടുക്കാൻ താൽപര്യമുണ്ടായിരുന്ന ഞങ്ങളിൽ നിന്നും നീ അടർത്തി കബറിടത്തിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഞങ്ങളുടെ മരണപ്പെട്ട മാതാവ്, പിതാവ്, ഇണകൾ, മക്കൾ, കുടുംബാംഗങ്ങൾ, മറ്റ് വേണ്ടപ്പെട്ടവർ, അവരുടെ എല്ലാം ഖബറുകളെ നീ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇന്ന് സൂര്യാസ്തമയത്തിന് സാക്ഷികളായ ഞങ്ങൾക്ക് നാളത്തെ സൂര്യോദയം കാണാൻ ആരെല്ലാം ഉണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയില്ല. എപ്പോഴാണോ ഞങ്ങളെയും ഖബറിലേക്ക് മാറ്റുന്നത് അപ്പോൾ മുതൽ ഞങ്ങൾക്കുള്ള ഖബറുകളെയും നരകക്കുണ്ടാക്കാതെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അങ്ങനെ ഇതിനിത്തിരി വോളിയം കൂട്ടിക്കൊടുത്തു. താടിയും തലയുമൊക്കെ നരച്ച ഒരു പടുകളവൻ അങ്ങേരെ കൊണ്ടുവന്ന് റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ ഇരുത്തിയപ്പോ നബി തങ്ങൾ ചോദിച്ചു, എന്തിനാ അബൂബക്കറെ ഈ വയസ്സനെ എന്റെ മുമ്പിൽ കൊണ്ടുവന്നിരുത്തിയത്? ഇത് ആരാ? അള്ളാഹുവിന്റെ റസൂലെ, ഈ ഇരിക്കുന്നത് എന്റെ വാപ്പയാണ്. എന്തിനാ ഇപ്പൊ എന്റെ മുന്നിൽ കൊണ്ടുവന്നിരുത്തിയത്? അള്ളാഹുവിന്റെ റസൂലെ, എന്റെ വാപ്പ ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുകയാണ്. ഓഹോ, എന്നാ അബൂബക്കർ ഒരു പണി ചെയ്യും, പാപ്പാടെ ഈ നരച്ച താടിയേലും തലയിലും ഒക്കെ കുറച്ച് മൈലാഞ്ചി തേച്ചോളൂ. അതെന്തിനാ റസൂലെ? ഇസ്ലാമിലേക്ക് വന്നതിന്റെ പേരിൽ അബൂബക്കർ സിദ്ദീഖിനൊരു സന്തോഷമായിക്കോട്ടെ. അള്ളാഹുവിന്റെ നബിയെ, എന്റെ പിതാവ് മുസ്ലിം ആകുന്നതിനേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നത് അവിടുത്തെ മൂത്താപ്പ മുസ്ലിമാകാനാണ് റസൂലെ. കാരണം അവിടത്തെ സന്തോഷമാണ് എന്റെ സന്തോഷം റസൂലേ. ഇന്നല്ലാഹ യതജല്ലാ ലിന്നാസി അമ്മ വലി അബീബക്കറിൻ ഖാസ്സ ഔ കമാ ഖാല റസൂലുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മനുഷ്യർക്കും കാണാൻ വേണ്ടി പ്രത്യക്ഷപ്പെടുമ്പോൾ എന്റെ സഹാബി, എന്റെ ശിഷ്യൻ സിദ്ദീഖുൽ അക്ബറിന് വേണ്ടി അല്ലാഹു തആല പ്രത്യേകം പ്രത്യക്ഷപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മെല്ലാം സ്വർഗത്തിൽ പോകുന്ന ഉറക്കം വന്നവരുടെ എഴുന്നേറ്റ് പോയി കേട്ടോ. ഉറക്കം വന്നവരൊക്കെ പോയി.
കാരണം ഇനിയിപ്പോ ഒരു വഴുതു പറയേണ്ട സമയമല്ല. കാരണം സമയം ബഹുമാനപ്പെട്ട അവർ നമുക്ക് ആവശ്യത്തിനുള്ള നസീഹത്ത് തോന്നും. ഞാൻ പിന്നെ ഒരു കമ്മിറ്റിക്കാർ നിർബന്ധിച്ചാരണം വന്നിരുന്നാണ്. തങ്ങൾ നമുക്ക് ആവശ്യത്തിനുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകൾക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളെ ആദരിച്ചതിന്റെ പേരിൽ അള്ളാഹുവിന്റെ റസൂലിനോടൊപ്പം നാളെ ഏറ്റവും അടുത്ത സ്ഥാനം കിട്ടുന്നവരാൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുൽ ലാ അസ്അലുക്കും അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ. ഓതി കേട്ടാർന്നോ? ഓതി കേട്ടില്ലേ? ബഹുമാനപ്പെട്ട അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കുന്നത് അള്ളാഹുവിന്റെ ഓർഡർ അനുസരിച്ചാ. 23 കൊല്ലം ദീൻ നടത്തിയിട്ട് ഇവിടെ ആരാ പ്രതിഫലം വാങ്ങാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ളതെന്ന് പറഞ്ഞ് ഞാൻ ആലുവായിൽ നിന്ന് വന്നതാ, ഇവിടെ എറണാകുളം ജില്ലയിൽ. നിങ്ങൾക്കെല്ലാവർക്കും ദീനുണ്ടാക്കാൻ വന്നേക്കണം. പക്ഷെ ഞാനിവിടുന്ന് അവിടെ ഇറങ്ങിപ്പോകുമ്പോ എനിക്ക് എന്തെങ്കിലും ഈ വന്ന് പോയതിന് ഈ കമ്മിറ്റിക്കാർ തന്നില്ലെങ്കിൽ ഞാൻ മനസ്സുപിരായിക്കൊണ്ടുപോകും. എനിക്കത് വേണം. ഇവിടെ സർക്കാർ ജോലി ഉള്ളവരുണ്ട്. ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ഫ്രീ ആയിട്ട് സേവനം ചെയ്യാൻ. ഏത് ഉദ്യോഗസ്ഥനാണ് അവിടെ ഉള്ളത്? എല്ലാവർക്കും അവനവനാൽ കഴിയുന്ന പ്രതിഫലം വേണം. 23 കൊല്ലം ശത്രുവിന്റെ പീഡനങ്ങളും ദുരിതങ്ങളും വിഷമങ്ങളും അയച്ച് ദീനി പ്രബോധനം നടത്തിയ നബിയോട് അല്ലാഹു തആല പറഞ്ഞു കൊടുക്ക്, പ്രതിഫലമൊന്നും തരണ്ട. നിങ്ങളുടെ ദീനാറ് വേണ്ട, ദിർഹം വേണ്ട, കൊട്ടാരങ്ങൾ വേണ്ട, കൊത്തളങ്ങൾ വേണ്ട. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള പ്രതിഫലം എന്റെ അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കലാണ്, സ്നേഹിക്കലാണ്. തങ്ങന്മാരെ ചുമ്മാ ബഹുമാനിക്കണതല്ല, നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയാണ്. അപ്പൊ മഹാനവറുകള് നിങ്ങൾക്ക് ആവശ്യത്തിന് തന്നു, എങ്കിലും ഇത്ര അകലേന്ന് ബുദ്ധിമുട്ടി വന്നു. കമ്മിറ്റിക്കാരിക്കാൻ പറഞ്ഞപ്പോ ഇരുന്നാണ്. അപ്പൊ അതുകൊണ്ട് ഉറക്കം വന്നവരൊക്കെ ഇപ്പൊ തന്നെ എഴുന്നേറ്റോളണം. ഞാൻ വർത്താനം തുടങ്ങിയിട്ട് പിന്നെ എഴുന്നേക്കാൻ പാടില്ല, വേഗം പോയിക്കോളണം. എവിടെ ശ്രദ്ധിച്ചോ? ഞാൻ എന്താ പറയണെന്നറിയോ? നോട്ടീസിൽ നിങ്ങൾ വായിച്ചല്ലോ. ഒക്കെ സുന്നികളാ. ഇപ്പൊ ലോകത്തുള്ളവരൊക്കെ ആകെ സുന്നിയാണ്. ആരാടാങ്ങാതി സുന്നി? ഇവിടെ ശ്രദ്ധിച്ചോ? കമ്മിറ്റിക്കാര് സംഘാടകരെ അടിച്ചുവിട്ടിരിക്കുന്ന വിഷയം അതാ. പ്രവാചകചര്യയും സമുദായവും. നബിത്തങ്ങൾ എവിടെ കിടക്കുന്നു? നമ്മ എവിടെ കിടക്കുന്നു? നബിത്തങ്ങളുടെ ജീവിതം എവിടെ? നമ്മുടെ ജീവിതം എവിടെ? മുസ്ലിമുമായിട്ടൊരു ബന്ധവും നമുക്കില്ല. ചുമ്മാ വലിയ വർത്താനം പറയാ, ഞാൻ വലിയ അങ്ങനത്തെ ആളാണ്, ഞാൻ വലിയ സുന്നത്തമായത്തിന്റെ ആളാണ്, ഞാൻ സുന്നിയാണ്, എന്റെ അറിഞ്ഞാച്ചറുടെ സ്വർഗത്തിന്റെ താക്കോല് കിടക്കുകയാണ്. അങ്ങ് ചെന്നാ മതി തുറന്നു കയറാൻ. ഇത്തിരി വിഷമമുണ്ട് സ്വർഗത്തിൽ കയറുന്നു. ഇവിടെ ശ്രദ്ധിച്ചോ? അതാ പറഞ്ഞു എന്ന്. സഹോദരിമാരെ, സഹോദരങ്ങളെ ശ്രദ്ധിച്ചോ? അള്ളാഹുവിന്റെ റസൂല് പറയാണ്, പടച്ച തമ്പുരാൻ സർവ്വ മനുഷ്യർക്കും വേണ്ടി പ്രത്യക്ഷപ്പെടുമ്പോൾ എന്റെ അരുമശിഷ്യൻ സിദ്ദീഖുൽ അക്ബറിന് വേണ്ടി അല്ലാഹു തആല പ്രത്യേകമായി പ്രത്യക്ഷപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മളെല്ലാം സ്വർഗത്തിൽ പോകുന്നത് ഇതിനു വേണ്ടിയാ. സ്വർഗത്തിൽ പോകുന്നത് ഇവിടെയുള്ള കിട്ടാൻ വേണ്ടിയല്ല. അല്ലാഹു തആല സ്വർഗത്തിൽ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞോ അതെല്ലാം ഇവിടെയുണ്ട്. ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. താഴ്ഭാഗത്തിൽ കൂടി അരുവികൾ ഒലിക്കുന്ന തോട്ടം സ്വർഗത്തിലുണ്ട്. താഴ്ഭാഗത്തിൽ കൂടി അരുവി ഒലിക്കുന്ന തോട്ടം കാണാൻ സ്വർഗത്തിൽ പോണോ? നിങ്ങളൊക്കെ എന്നെക്കാളും ചിന്തിക്കാൻ കഴിവുള്ളവരല്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. താഴ്ഭാഗത്തിൽ കൂടെ അരുവി ഒലിക്കണ തോട്ടം കാണാൻ സ്വർഗത്തിൽ പോകണം. നിങ്ങൾ അങ്ങോട്ട് അപ്പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇവിടുത്തെ മുതലാളിയായ സൈദാലി ഹാജിയാരുടെ തെങ്ങും തോട്ടം മുകളില് അതിന്റെ താഴത്തോടെ അരുവി. ഇതിന് സ്വർഗത്തിൽ പോകണമെന്ന് എവിടെയുണ്ടല്ലോ? ഈ 5 നേരം നിസ്കരിച്ച് ഈ കാശൊക്കെ സദക്ക ചെയ്ത് ഈ ഹജ്ജും ചെയ്ത് ഈ ഇടങ്ങേറും പെട്ട് സ്വർഗത്തിൽ പോകണം താഴ്ഭാഗത്തിൽ കൂടെ അരുവിയുള്ള തോട്ടം കാണാൻ? പക്ഷേ ജനങ്ങളെ, ഇവിടെയുള്ള തോട്ടത്തിന്റെ ക്വാളിറ്റി അല്ല അവിടെയുള്ള തോട്ടത്തിന്. അങ്ങനെയാണ്. നിങ്ങളുടെ ഈ കാസർഗോഡുള്ള കാഞ്ഞങ്ങാട്ടുള്ള സൈദാലി ഹാജിയുടെ തെങ്ങും തോട്ടത്തിനകത്ത് മണ്ടരിയുണ്ട്. താഴ്ഭാഗത്തിൽ കൂടി ഒലിക്കുന്നതായ അരുവി കുട്ടികളിറങ്ങി ചവിട്ടിയാൽ അത് കലങ്ങിപ്പോകുന്നതാണ്. ഇതൊന്നും അവിടത്തെ തോട്ടത്തിനില്ല. മണ്ടരിയില്ല, കലങ്ങലില്ല. ക്വാളിറ്റി വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ക്വാളിറ്റി വ്യത്യാസം ഉണ്ടെങ്കിലും സാധനം ഇവിടെ ഉണ്ടല്ലോ, അതാ നമ്മുടെ ചോദ്യം. ഇതിനെന്തിനാ അമ്മ സ്വർഗത്തിൽ പോണത്? മുത്തഖീന അലൈഹാ മുതഖാബിലീൻ. പരസ്പരം അഭിമുഖമായിരിക്കാവുന്ന ഇരിപ്പിടം സ്വർഗത്തിലുണ്ട്. ഇതിനെന്തിനാ സ്വർഗത്തിൽ പോണത്?
നിങ്ങളുടെ എല്ലാം കസേര ഇങ്ങോട്ട് തിരിഞ്ഞു കൊടുക്കുകയാണ്, എന്റെ കസേര അങ്ങോട്ട് തിരിച്ചിരിക്കുകയാണ്. നമ്മളെല്ലാം ഇപ്പൊ മുഖാമുഖം ഇരിക്കുന്നത്, അഭിമുഖമായിട്ടായിരിക്കണം. ഇതിന് സ്വർഗത്തിൽ പോകണം. ഇത് തന്നെയല്ലേ ഇരുത്തം? പരസ്പരം അഭിമുഖമായിരിക്കുന്ന ഇരിപ്പിടങ്ങൾ സ്വർഗത്തിലുണ്ട്. അള്ളാഹു പറയാണ് ഖുർആനിലൂടെ. ഇതിനീ പാടുകെട്ട് സ്വർഗത്തിൽ പോണോ? പക്ഷേ ക്വാളിറ്റി വ്യത്യാസമുണ്ട്. എന്താ ക്വാളിറ്റി വ്യത്യാസം? ലോകത്തിന്റെ നേതാവ് പറയുന്നു, സ്വർഗത്തിൽ എവിടെ ഇരുന്നാലും ആർക്കും ആരുടെയും പിരടി കാണേണ്ടി വരില്ല. ഇവിടെ ഈ മുമ്പിലിരിക്കുന്നവർ മാത്രമേ എന്നെ നേരെ കയറാണുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പുറകിൽ പറയുക, മുമ്പിലിരിക്കുന്നവരെ പിരടി കാണേണ്ടി വരും. അവിടെ അങ്ങനെയല്ല. എവിടെ പോയിരുന്നാലും ആരുടെയും പുറകുവശം കാണേണ്ടി വരില്ല, പെരടി കാണേണ്ടി വരില്ല. നബിയന റസൂലുള്ളാഹി. അപ്പൊ സഹാബാക്കൾ ചോദിച്ചു, അതെങ്ങനെയാ? അതങ്ങനെ ഈ എവിടെ ചെന്നിരുന്നാലും പുറകുവശം കാണാതെ മുൻവശം മാത്രം കാണുന്നത്? അതെങ്ങനെയാ മുസ്ലിയാരെ? നിങ്ങൾ എന്നോടും ചോദിക്കണ്ടാവും, അതെങ്ങനെയാ മുസ്ലിയാരെ എവിടെ ചെന്നിരുന്നാലും ആരുടെയും പുറകുവശം കാണാതെ മുൻവശം മാത്രം കാണുന്നത്? അതെങ്ങനെയാ മുസ്ലിയാരെ എന്ന് എന്നോട് ചോദിച്ചാൽ, ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിയാർ പറഞ്ഞു കൊടുത്തു, അത് അവിടെ ചെല്ലുമ്പോ കാണാൻ എനിക്കറിയാൻ പാടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്ത മറുപടി അതാ, അത് അവിടെ ചെല്ലുമ്പോ കാണാൻ എങ്ങനെ ഇരിക്കണെന്ന്, അത് ഇവിടെ പറയാൻ എനിക്കറിയാൻ പാടില്ല. ഇതാ ക്വാളിറ്റി വ്യത്യാസം. യതൂഫു അലൈഹിം ബിൽദാനും മുഖല്ലദൂൻ. ചുറ്റും നിങ്ങൾക്ക് ചുറ്റും പാട്ടുപാടി വട്ടം കറങ്ങുന്ന കുട്ടികൾ സ്വർഗത്തിലുണ്ട്. എന്തിനാ സ്വർഗത്തിൽ പോണത്? ഞാനൊരു അന്യനാട്ടിൽ നിന്ന് ഇവിടെ വന്നയാളാണ്. ഇവിടെ ഇരിക്കുന്ന ഒരു 10 കുട്ടികളെ വിളിച്ചിട്ട് ഞാൻ പറയാം, മക്കളെ ഞാൻ പോകുന്നത് വരെ എന്റെ ചുറ്റും നിങ്ങൾ പാട്ടുപാടി വട്ടം കറങ്ങണമെന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു വാപ്പാടെ ഉമ്മാടെയും സമ്മതമില്ലാതെ കുട്ടികൾ എന്റെ വട്ടം കറങ്ങും പാട്ടുപാടി. ഇതിന് സ്വർഗത്തിൽ പോണ്ട. പക്ഷെ കുറച്ചു നേരം കറങ്ങിക്കഴിയുമ്പോ ഒരാളിങ്ങനെ മുമ്പിൽ നിൽക്കും, കറങ്ങണില്ല. അപ്പൊ ചോദിക്കും, നീ എന്താ കറങ്ങാത്തത്? അതെ ഉസ്താദെ, എനിക്കൊന്ന് കക്കൂശി പോണം. ശൈത്താൻ, ഇവിടെ ഒക്കെ ആകെ നാറ്റ്, നീ പോടാ കക്കൂശില്. ഇതവിടെ ഇല്ല. എത്ര കറങ്ങിയാലും മലമൂത്ര വിസർജനം ചെയ്യണമെന്ന് പറയില്ല. ഇതാ ക്വാളിറ്റി വ്യത്യാസം. ഇങ്ങനെ എന്തെല്ലാം സ്വർഗത്തിലുണ്ടോ അതെല്ലാം ഇവിടെയുണ്ട്. പിന്നെ എന്തിനാ സ്വർഗത്തിൽ പോണത്? സ്വർഗത്തിൽ ഹൂർലിങ്ങളുണ്ട്. ആ ഹൂർലിങ്ങളുടെ സിഫത്തും ഖുർആൻ പറയുന്നുണ്ട്. കന്യകത്വം നീങ്ങാത്തതാണ്. ഒറ്റയാണും ഒരു പെണ്ണിനെ തൊട്ടിട്ടില്ല, ഒരു പെണ്ണും ഒരാണിനെയും തൊട്ടിട്ടില്ല. എന്തിനാ ഇപ്പൊ അവിടെ പോണത്? ബോംബെ പോയിട്ട് വന്നൊരു ചങ്ങാതി കഴിഞ്ഞ ദിവസം പറയാ, ബോംബെ പോയിട്ട് വന്നൊരു ചങ്ങാതി ഇങ്ങനെ റോഡിന്റെ സൈഡിൽ ഒന്നോട് വിളിച്ചു പറയാം, 10 റുപ്പീസ് 10 റുപ്പീസും 10 രൂപയെ. നല്ല ചുണ്ടൊക്കെ നല്ല തത്തമ്മയുടെ ചുണ്ട് പോലെ ഇരിക്കണു. 10 രൂപ കൊടുക്കുള്ളൂ. റോഡിന്റെ സൈഡിൽ നിന്ന് വിളിക്കാം. എന്റെ സുഹൃത്തുക്കളെ, ഇതിന് സ്വർഗത്തിൽ പോണോ? പക്ഷേ ക്വാളിറ്റി വ്യത്യാസമുണ്ട്. ഇവിടത്തെയും അവിടത്തെയും ക്വാളിറ്റി വ്യത്യാസമുണ്ട്. പക്ഷേ സാധനം ഇവിടെ തന്നെ കിട്ടുന്നുണ്ടല്ലോ മനുഷ്യര്. പിന്നെ എന്തിനാ സ്വർഗത്തിൽ പോകുന്നത്? ഇവിടെ കിട്ടാത്തത് കിട്ടാനാണ്. എന്താ ഇവിടെ കിട്ടാത്തത്? വമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ. നിങ്ങൾക്ക് അല്ലാഹനെ കാണണോ? എന്നാ നിങ്ങൾ നന്മ പ്രവർത്തിച്ചോന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹനെ കാണണ പരിപാടി ഇവിടെ നടക്കൂല, അത് സ്വർഗത്തിൽ നടക്കുള്ളൂ. അതിനാണ് നമ്മ സ്വർഗത്തിൽ പോണത്. ബാക്കിയെല്ലാം അള്ളാഹുവിനെ കാണുന്നതിന്റെ പാർശ്വങ്ങളാണ്, അതിന്റെ വശങ്ങളാണ്. മുഖ്യമായും സ്വർഗത്തിൽ പോകുന്നതിന്റെ ലക്ഷ്യം അള്ളാഹുവിനെ കാണലാണ്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങൾക്ക് സാലിഹത്തുകൾക്ക് കാണാൻ വേണ്ടി പ്രത്യക്ഷപ്പെടുമ്പോൾ, എന്റെ ശിഷ്യനാകുന്ന എന്റെ ഹബീബാകുന്ന ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബറിന് വേണ്ടി അല്ലാഹു തആല പ്രത്യേകമായി പ്രത്യക്ഷപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്താ ഈ സിദ്ദീഖുൽ അക്ബറിന് ഇത്ര പവർ? ഇത്രയും വലിയ ഈ പവർ സിദ്ദീഖുൽ അക്ബറിന് വരാൻ കാരണം എന്താ? ആ നബിത്തങ്ങൾ എന്ന് പറഞ്ഞു, എന്റെ ഹബീബാകുന്ന സിദ്ദീഖുൽ അക്ബറിന്റെ ഈമാൻ ത്രാസിന്റെ ഒരു തട്ടിലും മറ്റേ തട്ടിൽ എന്റെ സമുദായത്തിന്റെ മുഴുവൻ ഈമാനും വച്ചാൽ സിദ്ദീഖിന്റെ ഈമാനിന് തൂക്കമേറുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എങ്ങനെയാണ് സിദ്ദീഖുൽ അക്ബറിന്റെ ഈമാനിന് തൂക്കം കൂടിയത്? എല്ലാം അടിസ്ഥാനം ഞാൻ ഈ പറയാൻ പോകുന്ന വിഷയത്തിലേക്ക് വന്നത്. ചുമ്മാ ഒരാൾ മുഅ്മിനാവൊന്നുമില്ല. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂനു അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. മുഅ്മിനാകാനുള്ള ഷർത്തായി പറയാൻ പോണത്
തലയെ കെട്ടിയിട്ട് ഞാൻ കാക്കായ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഞാൻ മക്കളെ പറഞ്ഞിട്ടിട്ടുണ്ട് താത്തായ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ പ്രസ്ഥാനത്തിനകത്ത് മെമ്പർഷിപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സാക്ഷിയോട് ചോദിക്കേണ്ടതുണ്ട്. ഈ വർത്താനം കേട്ടിട്ട് മനസ്സാക്ഷിയോട് ചോദിക്കണം, എനിക്കതിനകത്ത് മെമ്പർഷിപ്പ് ഉണ്ടോന്ന്. പരിശോധിച്ച് നോക്കുമ്പോ നമ്മൾ പലരും പുറത്താ. സിദ്ദീഖുൽ അക്ബറിന്റെ ഈമാനിന് ലോകത്ത് വരാനിരിക്കുന്ന വന്നതുമായ മുഴുവൻ മനുഷ്യരുടെയും ഈമാനിനേക്കാൾ വെയിറ്റ് കൂടുതലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ സദസ്സില് അശറത്തുൽ മുബശ്ശിരീങ്ങളായ മഹാന്മാര് വരെയുണ്ട്. നിബിത്തങ്ങൾ ഇത് പറയുമ്പോ ആ സദസ്സിൽ ആരുണ്ട്? അല്ലാഹുവിന്റെ റസൂല് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ച 10 സഹാബാക്കൾ അടക്കമുള്ളവരവിടെ ഇരിക്കുകയാണ്. അപ്പോഴേ ഇത് പറയുന്ന നിമിത്തങ്ങൾ. ഈ ആൾക്കാരെക്കാളും ഇനി വരാനിരിക്കുന്ന മുഴുവൻ ആളുകളെക്കാളും ഈമാനിന്റെ വിഷയത്തിൽ തൂക്കം കൂടുതൽ സിദ്ദീഖുൽ അക്ബറിനാണ്. എങ്ങനെയാ ഒരു മനുഷ്യന്റെ ഈമാൻ തൂക്കണത്? ഒരു മനുഷ്യന്റെ ഈമാനിനെയും കോടികളുടെ ഈമാനിനെയും എങ്ങനെയാ തൂക്കി നോക്കണത്? ഇതും അല്ലാഹ് നമുക്ക് പഠിപ്പിച്ചെന്നുണ്ട്. പക്ഷെ നമുക്ക് കാണാൻ അത് ചിന്തിക്കാനും ശ്രദ്ധിക്കാനുമുള്ള മൂളയും കണ്ണും കാതൊന്നും നമുക്കില്ല എന്ന് മാത്രം. അല്ലാഹ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് എല്ലാം. പക്ഷെ ഇതൊക്കെ മനസ്സിലാകുന്നത് ആർക്കാന്നറിഞ്ഞോ? അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചതായ മുത്തഖീങ്ങൾക്ക് മാത്രമേ കാര്യങ്ങൾ തിരിയുള്ളൂ. അല്ലാഹു തആല ഈമാൻ നമുക്ക് തൂക്കി കാണിച്ചു തന്നു. എന്താണെന്നറിയോ? 1992 ഡിസംബർ 6-ാം തീയതി പടച്ച തമ്പുരാൻ എങ്ങനെയാണ് മനുഷ്യന്റെ ഈമാനിനെ തൂക്കുന്നത് എന്ന് ഈ സമുദായത്തിനെ പഠിപ്പിച്ചു തന്നു. എന്നിട്ടും നമ്മ പഠിച്ചിട്ടില്ല. 1400 കൊല്ലം മുമ്പ് മദീന പള്ളിയിൽ ഇരുന്നുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞ വാക്കായത്. സിദ്ദീഖുൽ അക്ബറിന്റെ ഈമാൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും ഈമാനുമായിട്ട് തൂക്കിയാൽ എന്റെ ഹബീബാകുന്ന സിദ്ദീഖുൽ അക്ബറിന്റെ ഈമാനിന് തൂക്കം കൂടുതലാണ്. ഇത് അല്ലാഹ് നമ്മളെ പഠിപ്പിച്ചത് 92 ഡിസംബർ 6-ാം തീയതി പകൽ 11:55. നമ്മൾ പഠിച്ചില്ല എന്ന് മാത്രം. അതെങ്ങനെയാ? അല്ലാഹു സുബ്ഹാനഹു വ തആല ബാബരി മസ്ജിദ് എന്ന് പറയുന്ന പരിപാവനമായ പള്ളിയെ ലോക മുസ്ലിങ്ങളുടെ മുന്നിൽ വെച്ച് ഇടിച്ച് തകർത്ത് അല്ലാഹു തആല കാണിച്ചു കൊടുത്തു. എങ്ങനെ മനുഷ്യന്റെ ഈമാൻ എങ്ങനെയാ തൂക്കുന്നത്? ബഹുമാനികളെ, ഡിസംബർ 6, 92 ഡിസംബർ 6-ന് മുമ്പ് ലോകത്തുള്ളതായ മുഴുവൻ മനുഷ്യരും അല്ലാഹുവിലേക്ക് കൈവക്കിക്കൊണ്ട് ദുആ ചെയ്തു. റബ്ബേ, കർസേവ പുറപ്പെടുന്നു തമ്പുരാനെ, ബാബരി മസ്ജിദ് തകർക്കാൻ പോകുന്നു റബ്ബേ, ഈ സമുദായത്തിന്റെ അന്തസ്സ് തകർക്കുന്ന ഈ പ്രവർത്തനത്തിൽ നിന്ന് ശത്രുക്കളെ നീ പിന്തിരിപ്പിക്കണേ അല്ലോ, ബാബരി മസ്ജിദിനെ നീ സംരക്ഷിക്കണേ അല്ലോ. ലോകത്തുള്ള കോടിക്കണക്കിന് മുസ്ലിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്തു. എല്ലാ മിമ്പറുകളിലും മേറാബുകളിലും ഇമാമിങ്ങളുടെ കണ്ണുനീരൊഴുകി. എല്ലാ സഹോദരിമാരുടെയും മുസല്ലകളിൽ തഹജ്ജുദ് നമസ്കാരത്തിന്റെ ശേഷം കണ്ണുനീരൊഴുകി. സർവത്ര മനുഷ്യന്മാരും കേരളത്തിലുള്ളതല്ല, ഭാരതത്തിലുള്ളതല്ല, ലോകത്തുള്ള കോടിക്കണക്കിന് മനുഷ്യർ അല്ലാഹുവിനോട് ദുആ ചെയ്തു. തമ്പുരാനെ, തീവ്രവാദികളായ ശത്രുക്കൾ അല്ലാഹുവേ നിന്റെ ഭവനമാകുന്ന ബാബരി മസ്ജിദിലേക്ക് കർസേവ പുറപ്പെട്ടിരിക്കുന്നു റബ്ബേ, മഹത്തായ നിന്റെ ഭവനത്തിനെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. കോടിക്കണക്കിന് മനുഷ്യർ അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ട് എന്ത് പറ്റി? ഡിസംബർ 6-ാം തീയതി 11:55 എറണാകുളം ഹൈക്കോർട്ട് വക്കീലാകുന്ന ഇബ്രാഹിം കുട്ടി സാറിന്റെ വീട്ടിൽ ഞങ്ങൾ ഇരിക്കുമ്പോ അന്നത്തെ ആഭ്യന്തര സഹമന്ത്രി MM ജേക്കബ് ഫോൺ ചെയ്യാ. ആർക്ക്? ഇബ്രാഹിം കുട്ടി വക്കീലിന്. സാറേ, ബാബരി മസ്ജിദിന്റെ 1ാമത്തെ താഴികക്കുടം ഇതാ വീണിരിക്കുന്നു. ഇബ്രാഹിം കുട്ടി വക്കീൽ ഫോൺ താഴെ വെച്ചിട്ട് ഓടി വന്നിട്ട് അങ്ങോട്ട് പറയുന്നു, ഉസ്താദന്മാരെ വേഗം നിങ്ങൾ വീടുകളിലേക്ക് വിട്ടോ, സംഘർഷമുണ്ടാകാൻ സാധ്യതയുണ്ട്, പള്ളി പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തേ നമ്മുടെ ദുആക്ക് എന്ത് പറ്റി? നമ്മുടെ മെമ്പറിന് കൊത്തുപണി കുറഞ്ഞു പോയിട്ടാണോ? അതെയോ നമ്മുടെ പള്ളിയുടെ മിനാരത്തിന് പൊക്കം കുറഞ്ഞു പോയിട്ടാണോ? അതെയോ മിഹ്റാബിൽ കിടക്കുന്ന മുസല്ലയ്ക്ക് ഡിസൈൻ കുറഞ്ഞു പോയതുകൊണ്ടാണോ? അതെയോ ബഹുമാനികളെ ഖത്തീബ് ഉസ്താദിന് ശബ്ദം കുറഞ്ഞത് കൊണ്ടാണോ? അതെയോ നമ്മുടെ കണ്ണുനീരിന് ഉപ്പ് കുറഞ്ഞത് കൊണ്ടിട്ടാണോ? ഇതേ തത്തുല്യമായ ഒരു സംഭവം 1400 കൊല്ലം മുമ്പ് പുണ്യമാക്കപ്പെട്ട മസ്ജിദുൽ ഹറാമിന്റെ സമീപത്തുണ്ടായി. എന്തേ? അബ്രഹത്ത് എന്ന് പറയുന്ന ഒരു ചക്രവർത്തി അയാളുടെ ആരാധനാലയത്തിൽ ആരോ കയറി മൂത്രമൊഴിച്ചു. അങ്ങനെ CBI അന്വേഷിച്ചു, ആരാണ് ഈ ആരാധനാലയത്തിൽ മൂത്രമൊഴിച്ചത്. അങ്ങനെ CBI പോയി അന്വേഷിച്ച് കണ്ടെത്തിയത് ആരെയാണെന്നറിയോ? റസൂലുള്ളാഹി തങ്ങളുടെ ഉപ്പൂപ്പയാകുന്ന അബ്ദുൽ മുത്തലിബിന്.
അന്ന് അബ്ദുൽ മുത്തലിബാണ് മുസ്ലിമായിട്ടുള്ളൂ. അദ്ദേഹത്തിനെയാണ് CBI പോയി പിടിച്ചത്. ഇന്നും ലോകത്തൊക്കെ പിടിക്കുന്നത് പോലെ ആര് കുറ്റം ചെയ്താലും പിടിക്കുന്നത് മുസ്ലിം നാമധാരിയായ ആരെങ്കിലും ആയിരിക്കും. ഇതുപോലെ അങ്ങനെ പിടിച്ച് ഇതാ പ്രതികാരം തീർക്കാൻ വേണ്ടി അബ്രഹത്ത് രാജാവ് പ്രഖ്യാപനം നടത്തുകയാണ്. അബ്ദുൽ മുത്തലിബ്, എന്റെ ഭവനത്തിൽ നിന്റെ ആളുകൾ കയറി മൂത്രമൊഴിച്ചത് വൃത്തികേടാക്കിയെങ്കിൽ നിന്റെ സംരക്ഷണത്തിലിരിക്കുന്നതായ മസ്ജിദുൽ ഹറാം കഅബാലയം എന്റെ പട്ടാളക്കാർ ഇത്രാം തീയതി ഇത്ര മണിക്ക് തകർക്കുന്നതാണ്. ഇതുപോലെ തന്നെ അതും ഇത്രാം തീയതി ഇത്ര മണിക്ക് കർശേവ നടന്നിരിക്കും. ഇവിടെ പ്രഖ്യാപിച്ചു. അന്ന് മുതലാണ് ആളുകൾ കൂട്ടമായിട്ട് ദ്വാരക്കൽ തുടങ്ങിയത്. അല്ലാഹുമ്മ അയ്യിദിൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, اللهم اعز الاسلام والمسلمين اللهم انصر جيوش المسلمين. എന്തോരം ദുആ നടത്തിയത്. ദുആന്റെ സമ്മേളനത്തിന്റെ പിറകെ ദുആന്റെ പ്രകടനം നടന്നു, ദുആ റാലി നടന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? റോട്ടി കൂടെ ഇങ്ങനെ കൈമൊക്കെ പിടിച്ചോണ്ട് റബ്ബന ആതിന ഫിദ്ദുനിയ അങ്ങനെ റോട്ടി കൂടെ അടയ്ക്കാണ്. അള്ളാനെ കളിയാക്കണ പണി. ദുആന്റെ പ്രകടനേ, ദുആ റാലി, അതിനും പോസ്റ്റർ, അതിനും പരിപാടി, സമ്മേളനം. എന്റെ ജനങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കോടിക്കണക്കിന് മുസ്ലിങ്ങൾ അന്ന് ദുആ ചെയ്യാനില്ല. ഒരേ ഒരു മുസ്ലിമിന്റെ രണ്ട് കണ്ണ് കരയുകയാണ്. അബ്രഹത്തിന്റെ ആനപ്പട ഇതാ കഅബാലയത്തിന്റെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരേ ഒരു നാവ് സങ്കടപ്പെടുകയാണ്, ഒരേ ഒരു കൽബ് തേങ്ങുകയാണ്, രണ്ട് കൈകൾ ഉയർന്നു നിൽക്കുകയാണ്, ഒരേ ഒരു തൊണ്ടയിടറുകയാണ്, രണ്ട് അധരങ്ങൾ വിറക്കുകയാണ്. എന്താണ് അബ്ദുൽ മുത്തലിബ് പറയുന്നത്? റബ്ബേ, അബ്രഹത്തിന്റെ ആനപ്പടയെ പ്രതിരോധിക്കാൻ എനിക്ക് പട്ടാളമില്ല റബ്ബേ, എനിക്ക് തോക്കില്ല തമ്പുരാനെ, എനിക്ക് ആനപ്പടയില്ല റബ്ബേ, പരിപാവനമായ കഅബാലയത്തിന് നീ സംരക്ഷിക്കണേ അല്ലാഹ്, അബ്രഹത്തിന്റെ ആനപ്പട്ടാളത്തിന് നീ കൈകാര്യം ചെയ്യണേ അല്ലാഹ്. അല്ലാഹു തആല എങ്ങനെയാ അത് കൈകാര്യം ചെയ്തത്? നമ്മൾ ഇന്ന് ഓതുക സൂറത്തുൽ ഫീൽ. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം തൈറൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. ആനപ്പട്ടാളത്തിന് അല്ലാഹു തആല കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നബിയെ തങ്ങൾ കണ്ടില്ലേ? അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ, അവരുടെ കുതന്ത്രത്തിനെ അല്ലാഹു തആല പിഴപ്പിച്ച് തങ്ങൾ മനസ്സിലാക്കിയില്ലേ? അർസല അലൈഹിം തൈറൻ അബാബീൽ, കൊച്ചു കാണപ്പക്ഷികളെ ആ ആനപ്പട്ടാളത്തിന്റെ മുകളിലേക്ക് അല്ലാഹു തആല പറത്തിയത് തങ്ങൾ കണ്ടില്ലേ? തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ, ആ കാടപ്പക്ഷികളുടെ ചുണ്ടുകളിൽ അല്ലാഹു തആല ഓരോ കല്ലുകൾ നിക്ഷേപിച്ചു വിട്ടിരിക്കുകയാണ്. ഈ പക്ഷികളെല്ലാം ചുണ്ടകത്തുമ്പോൾ കല്ല് താഴേക്ക് വീഴുന്നത് കത്തിക്കാളുന്ന തീക്കനലുകളായിട്ടാണ്. അങ്ങനെ തീക്കനലുകൾ താഴേക്ക് വീണപ്പോൾ ഗജവീരന്മാരും പ്രത്യേക പരിശീലനം സിദ്ധിച്ചതായ പട്ടാളക്കാരും ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ, ഒട്ടകം ചവച്ചരച്ചതായ വൈക്കോല് പോലെ ആയിപ്പോയത് നബിയെ തങ്ങൾ കണ്ടില്ലേ? നമ്മൾ ഓതുവാ ഈ സൂറത്ത് കാലത്തും വൈകിട്ടുമൊക്കെ. നമ്മൾ എത്രയും ആളുകളെ ദുആ ചെയ്തിട്ട് ഒരു കാടപ്പക്ഷിയും വന്നില്ല, ഒരു കല്ലും വന്നില്ല. ബാബരി മസ്ജിദിനെ തകർത്ത് തരിപ്പണാക്കി കളഞ്ഞു. സഹോദരങ്ങളെ, എന്താ ഇതിനെ സംബന്ധിച്ചപ്പോ നമുക്ക് മറുപടി പറയാനുള്ളത്? അതെ ബാബാ മുസ്ലിയാരെ, അത് അന്ന് കാടപ്പക്ഷി ഉണ്ടായിരുന്നു അള്ളാന്റെ കസ്റ്റഡിയിലെ, ഇപ്പൊ പക്ഷി തീർന്നുപോയി. അപ്പൊ പിന്നെ പറഞ്ഞയക്കാൻ സാധനമില്ല. അതല്ലെങ്കിൽ മുസ്ലിയാരെ, അന്നത്തേതിനേക്കാളും ഇന്ന് അള്ളാഹ്ക്ക് പ്രായം കൂടിപ്പോയി. അന്ന് അബ്ദുൽ മുത്തലിബ് പറഞ്ഞപ്പോ അള്ളാഹു തആല കേട്ടു. ഇന്ന് അള്ളാഹ്ക്ക് കേൾവി കുറവുണ്ട്, നമ്മൾ പറഞ്ഞിട്ട് കേൾക്കണില്ല. ഇതൊക്കെയാണോ മറുപടി? എന്നാ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്താ, മുർത്തദ് എന്നാണ് അയാളെ പറ്റി പറയാ. ഇസ്ലാമീന്ന് വെളിയിൽ പോയി, ഇസ്ലാമീന്ന് വെളിയിലായി പോയി. ഇതൊന്നും അല്ല കാരണം. പിന്നെ എന്തേ? 1992 ഡിസംബർ 6 ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളുടെയും ഈമാൻ ത്രാസിന്റെ ഒരു തട്ടിൽ വെക്കുകയും
റസൂലുള്ളാഹിന്റെ ഉപ്പാപ്പയാകുന്ന അബ്ദുൽ മുത്തലിബിന്റെ ഈമാൻ മറ്റേ തട്ടിലും വെച്ചാൽ അബ്ദുൽ മുത്തലിബിന്റെ ഈമാനിന് തൂക്കം ഏറുന്നു, കോടാനുകോടി മുസ്ലിങ്ങളുടെ ഈമാനിന് തൂക്കമില്ലാതാകുന്നു. യൂശിക്കു തദാലേക്കും വല്ലുമമകമാ തദാലകലതു ഇലാ ഖിസ്അത്തിഹാ ഖീല വമിൻ ഖില്ലത്തിൻ ബിനാ യാ റസൂലല്ലാഹ് ഖാല ഇന്നകും കസീർ വലാകിന്നകും ഉസാഉക ഉസാഇസ് സൈൽ. എല്ലാ നിലയിലും സമുദായം മുന്നോട്ടാണ്. സാമ്പത്തികമായി കാഞ്ഞങ്ങാട് 15 കൊല്ലത്തിന്റെ മുമ്പുള്ള അവസ്ഥയല്ല ഇന്ന്. സാമ്പത്തികമായി മുന്നോട്ടാണ്, അധികാരത്തിൽ മുന്നോട്ടാണ്, വിദ്യാഭ്യാസത്തിൽ മുന്നോട്ടാണ്, അംഗബലത്തിൽ മുന്നോട്ടാണ്. നബിത്തങ്ങൾ പറയുന്നു വലാകിന്നകും ഉസാഉക ഉസാഇസ് സൈൽ. ഈമാനിന്റെ വിഷയത്തിൽ മലവെള്ളത്തിൽ ഒഴുകി വരുന്ന ചപ്പ് ചവറുകളാണ്, ചണ്ടികളാണ് ഈ സമുദായം എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈമാനില്ല, എല്ലാം ഉണ്ട്, ഈമാനില്ലാതിന് സമ്മതിപ്പിച്ചേർത്തെ. നമ്മളൊക്കെ പറയുന്നു നമ്മളെല്ലാം മൂമിനീങ്ങളാണ്, നമ്മളെല്ലാം സുന്നികളാണ്. ഈമാനില്ല, സുന്നി അല്ല എന്ന് തെളിയിച്ചേർത്തെ. ചുമ്മാ 1-2 ഉദാഹരണങ്ങൾ ചോദിച്ചോണ്ട് എന്നിട്ട് നമുക്ക് സലാത്തിയല്ലി പരിപാടി അങ്ങ് പിരിയാം. റഹ്മാനായ അല്ലാഹുവേ, ഇൽമു കുറവാ പഠിച്ചവനെ, ഇബാദത്ത് കുറവാ റബ്ബേ, ഈമാൻ കുറവാ റബ്ബേ, അമല് കുറവാണ് റബ്ബേ. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട മഹാനായ വലിയുള്ളാടെ ഹളറത്തിൽ പഠിച്ചവനെ, നിന്നോടുള്ള ഹുബ്ബ് കൊണ്ടിട്ട് വന്ന് കൂടിയേക്കുവാണ് റബ്ബേ. നിന്റെ മഹലായ ഫളല് കൊണ്ടിട്ട്, നിന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് നീ പൊരുത്തപ്പെട്ട മഹാന്മാരുടെയും മഹതികളുടെയും കൂട്ടത്തിൽ നാളെ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി തന്ന് അനുഗ്രഹിക്കണേ പഠിച്ചവനെ. ഒന്നും ചോദിക്കാനില്ല. അല്ലാണ്ട് ഞാൻ അത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എന്നെ അങ്ങോട്ട് കൂട്ടുന്നു പറയാൻ അങ്ങനെ ചെയ്തിട്ടൊന്നും ഇല്ലെന്ന്. ഞാൻ അത് കൊടുത്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്, ഞാൻ അങ്ങനെ മുസ്ലിമാണ്, ഇങ്ങനെ മുസ്ലിം ഒന്നുമില്ലാത്ത വെറും ചണ്ടികളാ, പാവങ്ങളാ, ഒന്നുമില്ല. കാതലില്ലാത്ത വെള്ളാന്ന് പറയും, അല്ലെങ്കിൽ അരിയില്ലാത്ത ചവല, വന്നല എന്നൊക്കെ പറയും. ഇവിടുത്തെ ഭാഷ എന്താണാവോ? തിരുവനന്തപുരത്ത് വന്നിരുന്നിട്ട് ഒരു വർത്താനം പറയുന്നത് ആ വർത്താനം തന്നെ കാഞ്ഞങ്ങാട്ട് വന്നിരുന്ന പറഞ്ഞാൽ പുളിച്ച തെറിയുണ്ട്. ഇവിടെ പറയുന്നത് തിരുവനന്തപുരത്ത് വന്നിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ദിക്റുണ്ട്. അങ്ങനെയൊക്കെയാ. റഹ്മാനായ റബ്ബേ, ഇരിക്കണവരെല്ലാവരും ഒന്ന് നെയ്യത്തിയ പടച്ചവനെ. ഞാൻ ഇൽമിന്റെ മജ്ലിസില് മഹാനായ വലിയുള്ളാടെ മഖാമിലെടുക്കുന്ന ഉറൂസിനോടനുബന്ധിച്ച് ഞാനീ ഇരിക്കുന്ന ഇരുത്തം എന്റെ ജീവിതത്തിന്റെ അവസാനത്തെ ഇരുത്തമാണ് റബ്ബേ. അങ്ങനെ നെയ്യത്താക്കിയിരുന്നു. അങ്ങനെ നെയ്യത്താക്കിയില്ലെങ്കിൽ ഉറക്കം വരും, എഴുന്നേറ്റ് പോകണമെന്ന് തോന്നും. നബി തങ്ങൾ പറഞ്ഞത് അങ്ങനെയാ, ഇദാ ഖുംത ഇല സ്വലാത്തി സല്ലു സ്വലാത്ത മുവദ്ദിഇൻ ഔ കമാ ഖാല റസൂലുള്ളാഹി. നിങ്ങൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോ അവസാനത്തെ നിസ്കാരമാണെന്ന് നെയ്യത്താക്കി നിസ്കരിക്കുകയെന്ന്. ആരാ എങ്ങനെ നിസ്കരിക്കുന്നത്? ഏത് നാട്ടിൽ ചെന്നാലും ആളുകൾ പറയും, ഓ വാമുശിലാരെ, നിസ്കാരത്തിനൊരു ഏകാഗ്രത കിട്ടണില്ല എന്ന് പറഞ്ഞാൽ മൊബൈൽ ഓഫ് ചെയ്ത് കച്ചവടശാലയിൽ നിന്ന് ഇറങ്ങി, ഓഫീസിൽ നിന്ന് ഇറങ്ങി, വീട്ടിൽ നിന്ന് ഇറങ്ങി, ഒരു പണിയില്ലാണ്ട് കൈയെട്ടിയിരിക്കണ സമയം നിക്കിരിക്കണമയാ. അപ്പോഴാ മറന്നുപോയതൊക്കെ ഓർക്കണത്. എന്ത് മറന്നുപോയാലും നിക്കിരിക്കാൻ നിന്നാ ഓർക്കുന്നു. ഒരു കാക്ക പറയാ, എന്താ വേറെ ജോലിയൊന്നും ഒപ്പം ഇല്ല. അങ്ങനെയല്ലാന്ന് നിസ്കരിക്കാൻ നിൽക്കുമ്പോഴേ അവസാനത്തെ നിസ്കാരമാണ് റബ്ബേ. നാളത്തെ ഇശാന്റെ സമയത്ത് നാഥ, ഞാൻ മണ്ണിന്റെ അടിയിൽ കുഴിച്ചു മൂടപ്പെട്ടവളാണ് റബ്ബേ, കുഴിച്ചു മൂടപ്പെട്ടവനാണ് റബ്ബേ. എന്റെ പൊന്നോമനകൾ നാളെ അനാഥകളാണ് തമ്പുരാനെ. പടച്ചവനെ, സാറബനു കായത്താമൻ സിഗാറാ വാനകറുസകൽ ബവലുൽ ജദീദു. തമ്പുരാനെ, നിന്റെ മുന്നിൽ ഞാൻ നിസ്കരിക്കുന്ന എന്റെ ഇശാ നമസ്കാരം അവസാനത്തെ ഇശായാണല്ലാ. ഈ ഇശ ഞാൻ പൂർത്തിയാക്കുന്ന എനിക്ക് ഉറപ്പില്ല. കാരണം എന്താ, എന്റെ പിന്നില് ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത്, മുഖറബായ മലക്ക് അസ്റായീൽ അലൈഹിസ്സലാമാണ് റബ്ബേ. പടച്ചവനെ, ഞാൻ നമസ്കാരം നിനക്ക് വേണ്ടിയാണ് നമസ്കരിക്കുന്നതെങ്കിൽ എന്റെ മലക്കുൽ മൗത്ത് പിടിച്ചാൽ എനിക്ക് വരാനുള്ളത് എന്റെ വലതുഭാഗത്തുള്ള സ്വർഗത്തിലേക്കാണ് റബ്ബേ.
ഞാൻ ഈ നിസ്കാരം വേറെ വല്ല ഉദ്ദേശത്തോടെയാണ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് വരാനുള്ള ഇടം ഇടതുഭാഗത്തുള്ള നരകമാണ് റബ്ബേ. മുമ്പിൽ അല്ലാഹ്, പുറകില് മലക്കുൽ മൗത്ത്, വലത്ത് സ്വർഗം, ഇടത്ത് നരകം. ഇനി എവിടെ പോകും നമ്മുടെ മനസ്സ്? ഇങ്ങനെ നിസ്കരിക്കാനാ മഹാന്മാര് പഠിപ്പിച്ചത്, അവസാനത്തെ നിസ്കാരം. അപ്പൊ അങ്ങനെ എല്ലാം അങ്ങനെ നെയ്യത്താക്കണമെന്ന്. അപ്പൊ ഈ ഇരിക്കണവര് അങ്ങനെ നെയ്യത്താക്കുക. എന്റെ ജീവിതത്തിന്റെ അവസാനത്തെ ഇരുത്തമാണ് റബ്ബെ ഞാൻ ഇരിക്കുന്നത്, അങ്ങനെ നെയ്യത്താക്കിയിരിക്കുക. എന്നിട്ട് നമ്മൾ സുന്നികളാണോ എന്നുള്ള ചോദ്യത്തിന്റെ മറുപടി ഇവിടുന്ന് പോകുന്ന വഴിക്ക് ആലോചിച്ച് കണ്ടെത്തുകയും ചെയ്യും. അതിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹാബാക്കളുടെ മുമ്പിൽ വെച്ച് സിദ്ദീഖുൽ അക്ബറിനെ സംബന്ധിച്ച് ഇത്ര മഹത്വം പറഞ്ഞപ്പോ സിദ്ദീഖുൽ അക്ബറിനെ സംബന്ധിച്ച് സഹാബാക്കൾക്ക് സംശയമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് സംശയമുണ്ട്. ഒരാളുടെ ഈമാൻ ലക്ഷങ്ങളുടെ കോടികളുടെ ഈമാനുമായിട്ട് എങ്ങനെയാ വെയിറ്റ് നിശ്ചയിക്കുന്നത്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തന്നതാ ഞാൻ ഈ പറഞ്ഞ സംഭവത്തിലൂടെ അല്ലേ? അല്ലാഹ് പഠിപ്പിച്ചതാണ്. ബഹുമാനികളെ, സിദ്ദീഖുൽ അക്ബറിന്റെ ഈമാനിന്റെ ഈ വെയിറ്റ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തന്നെ എങ്ങനെയാണെന്ന് അറിഞ്ഞോ? മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്രാവേളയിൽ അള്ളാന്റെ റസൂലിന്റെ നിഴലായിട്ട് കൂടി സിദ്ദീഖുൽ അക്ബർ. എന്നിട്ടോ ആയിരക്കണക്കിന് അടി ഉയരത്തിലുള്ള 6 സൗറിന്റെ ഉള്ളിലേക്ക് കയറിയിരുന്നപ്പോൾ പൊന്നാര നബിത്തങ്ങളുടെ മടിയിലേക്ക് തലവച്ച് കിടക്കുകയാണ്. ബഹുമാനപ്പെട്ട പൊന്നാര നബിത്തങ്ങൾ സിദ്ദീഖുൽ അക്ബറിന്റെ മടിയിലേക്ക് തലവച്ച് കിടക്കുകയാണ്. ഒരു നാൾ നബിയും അബൂബക്കർ സിദ്ദീഖും ഒരുമിച്ച് ഗുഹയിൽ പ്രവേശിച്ച് ചന്ദ്രവാദനം കണ്ട് അബൂബക്കർ പുഞ്ചിരി തൂകുന്നുണ്ട്. പക്ഷെ മുഖത്തേക്ക് നോക്കി സിദ്ദീഖുൽ അക്ബർ ഇങ്ങനെ പുഞ്ചിരി തൂകുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് പെട്ടെന്ന് ഭയപ്പെടുത്തുന്ന ചില കാഴ്ചകൾ കണ്ടു. ധാരാളം തുളകള്, അപ്രയും ഇപ്രയുമെല്ലാം അളകൾ. ഈ അളകളെല്ലാം പന്നാര നബിത്തങ്ങൾ മടിയിൽ കിടക്കുന്ന നബിയെ അറിയിക്കാതെ അനക്കാതെ തന്റെ ശരീരത്തിൽ കിടക്കുന്ന തുണി കീറിയെടുത്ത് ഓരോ അളകൾ ഈ സഹാബി അങ്ങ് അടയ്ക്കാൻ തുടങ്ങി. അടച്ച് അവസാനം ഒരു ദ്വാരം ബാക്കി, കീറാനൊരു തുണി കഷ്ണം ഇനി ഇല്ല. മദീനത്തേക്കുള്ള യാത്രയാ, തോളത്തെടുക്കണ തുണിയാ പോയി കീറി എടുക്കുന്നത്. ഇനി അടയ്ക്കാനൊരു തുണിയില്ല. തന്നെയല്ല, വേറൊന്നും വച്ചാ തുണി അടച്ചാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ വിശ്രമം നഷ്ടപ്പെടുകയും ചെയ്യും. തന്റെ കാലിന്റെ പെരുവിരൽ ആ തൊളയിലേക്ക് വെച്ച് അടച്ചുകൊണ്ട് പൊന്നാര റസൂലുള്ളാഹിക്ക് സംരക്ഷണമേകിയതായ സിദ്ദീഖുൽ അക്ബറിന്റെ പെരുവിരലില് പാമ്പിന്റെ കടിയേറ്റപ്പോൾ താങ്ങാൻ പറ്റാത്ത വേദനയോടെ കണ്ണുനീർത്തുള്ളി റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് ഇറ്റ് വീണപ്പോൾ പൊന്നാര നബിത്തങ്ങൾ കണ്ണു തുറന്ന് ചാടിയെഴുന്നേറ്റ് ചോദിച്ചു, സിദ്ദീഖ് എന്തു പറ്റി? അല്ലാഹുവിന്റെ റസൂലേ, എന്റെ കാലേൽ എന്തോ കടിച്ചു റസൂലുള്ളാഹ്, വിരലെടുക്ക്. നോക്കുമ്പോൾ കാണാം ഉഗ്ര വിഷമുള്ള ഒരു പാമ്പ്. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, അല്ല, എന്തിനാ നീ എന്റെ ഹബീബിനെ ഉപദ്രവിച്ചത്? അല്ലാഹുവിന്റെ നബിയെ, അങ്ങവിടെ വരുമെന്ന് എനിക്ക് നേരത്തെ മുന്നറിയിപ്പ് കിട്ടി റസൂലേ. അങ്ങയുടെ പവിത്രമായ പൂമുഖം ഒന്ന് കണ്ടു ദർശിക്കാൻ, ആനന്ദിക്കാൻ ഞാൻ ഈ അളയിൽ വന്ന് താമസമാക്കി നബിയെ. അങ്ങയുടെ മുഖം എനിക്ക് കാണാൻ പറ്റാത്ത വിധത്തിൽ ഈ സിദ്ദീഖ് എന്റെ ഗുഹയുടെ, എന്റെ അളയുടെ മുഖം വിരൽ വെച്ച് അടച്ചു കളഞ്ഞു റസൂലുള്ള. ഞാനതൊന്നും മാറ്റാൻ വേണ്ടി സിദ്ദീഖുൽ അക്ബറിന്റെ കാലിന്റെ വിരലേലൊന്നും മാന്തുകയെ ചെയ്തിട്ടുള്ളൂ നബിയെ, ഞാൻ കടിച്ചിട്ടില്ല. അന്നങ്ങോട്ട് മാറ്റാന്നും പറഞ്ഞൊന്ന് മാന്തിയുള്ളൂന്ന്. മുസ്ലിയാരെ, ഓ പാമ്പൊക്കെ അങ്ങനെ വർത്താനം പറയോ മുസ്ലിയാരെ? ഇതിനകത്ത് ഇനി അംഗത്വം ഇല്ല, പോയി ആള് വൃത്തിയേടി പോയി. എന്താ അങ്ങനെ ചിന്തിച്ചു പോയാൽ ഈ സമുദായത്തിലെ മെമ്പർഷിപ്പ് ഇല്ലാന്ന്. والوحش والشجر قد سجدت له وعليه كسلمن بعد تشهدي ومن اليسير سقاوات ومجيشه حتى كتفوا ويسيره لم ينفدي. വടവൃക്ഷങ്ങളും വന്യമൃഗങ്ങളും റസൂലുള്ളാഹിയുടെ അംഗത്തിലേക്ക് നടന്നു വന്നു. എന്നിട്ട് നബി തങ്ങളോട് വർത്തമാനം പറഞ്ഞു. ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ടിട്ട് മടങ്ങിപ്പോയി. ഇത് മൗലവിത്തായി പറഞ്ഞപ്പോ വിശ്വസിക്കാൻ വിഷമമുണ്ടെങ്കിലേ സഹീഹ് ബുഖാരി എടുത്തു നോക്കി. അല്ലാഹുവിന്റെ റസൂല് തേക്കും തടി കൊണ്ട് നിർമ്മിച്ചതായ മിമ്പറിലേക്ക് ഖുത്ബ ഓതാൻ കാലെടുത്ത് വെക്കുമ്പോൾ പഴയ ഈന്തപ്പനയുടെ തണ്ട് കൊണ്ട് കെട്ടിയുണ്ടാക്കിയതായ മിമ്പറ്
മദീന മുനവ്വറയിലെ പള്ളിയിൽ കിടന്നുകൊണ്ടിട്ട് പ്രസവിക്കാൻ പോകുന്ന ഒട്ടകം ഞരങ്ങണതുപോലെ ഞരങ്ങാൻ തുടങ്ങി. സഹീഹ് ബുഖാരി രേഖപ്പെടുത്തുകയാണ്, ഇറങ്ങി മിമ്പറെന്ന്. എന്നിട്ട് ഇതേലിങ്ങനെ തട്ടി, എന്തിനാ കരയുന്നത്? ഞാൻ പുതിയ മിമ്പറെ കയറേണ്ട സങ്കടമാണോ? സങ്കടപ്പെടണ്ട, നിനക്ക് സ്വർഗത്തിലെ മുത്തഖീങ്ങൾക്ക് പഴം കഴിക്കാനുള്ള ഫലവൃക്ഷമാകണോ, അതെയോ ഈ ഭൂമുഖത്തെ മനുഷ്യർക്ക് തിന്നാനുള്ള ഫലവൃക്ഷമാകണോ? അള്ളാഹുവിന്റെ നബിയെ, ഈന്തപ്പഴത്തിന്റെ തണ്ട് വിളിച്ചു പറയാണ്, അള്ളാഹിന്റെ നബിയെ, എനിക്ക് സ്വർഗത്തിലെ മുത്തഖീങ്ങൾക്ക് കഴിക്കാനുള്ള ഫലവൃക്ഷമായാ മതി റസൂലേ. ഇന്ന് നബിത്തങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തന്ന റിയാദുൽ ജന്നയിൽ ആ മിമ്പറിനെ അടക്കിന്ന് നാളെ സ്വർഗത്തിലെ മുത്തഖീങ്ങൾക്ക് ഫലം കഴിക്കാനുള്ള ഫലവൃക്ഷമായി രൂപാന്തരപ്പെടാൻ. ഇതൊക്കെ സഹീഹ് ബുഖാരി പറയുമ്പോൾ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? പിന്നെയാണോ ഈ പാമ്പ് വർത്താനം പറഞ്ഞതെന്ന് പറയുന്നത് അവിശ്വസിക്കാൻ? അങ്ങനെ ആ ഗുഹയിൽ നിന്ന് എഴുന്നേറ്റ് ദീർഘമായ യാത്ര മുന്നോട്ട് പോകുമ്പോൾ സിദ്ദീഖുൽ അക്ബർ ചില സമയത്ത് മുന്നോട്ട് കയറി നടക്കുകയാണ്, ചിലപ്പോ പിന്നോട്ട്, ചില സമയത്ത് ഇടം വലം വശങ്ങളിൽ. തങ്ങൾ ചോദിച്ചു, അല്ല സിദ്ദീഖ്, എന്തിനാ നിങ്ങൾ ഈ മുന്നിലേക്ക് ചാടുന്നത്? എന്തിനാ പിന്നിലേക്ക് മാറുന്നത്? എന്താ ഇടം വലം വശങ്ങളിലേക്ക് നീങ്ങുന്നത്? അള്ളാന്റെ നബിയെ, പുറകിൽ നിന്ന് ശത്രു വരുമെന്ന് എനിക്ക് തോന്നുമ്പോൾ ഞാൻ പുറകിലേക്ക് ചാടുകയാണ് റസൂല്. മുന്നിൽ നിന്ന് ശത്രു ഉണ്ടാകുമെന്ന് എന്റെ മനസ്സ് പറയുമ്പോൾ ഞാൻ മുന്നോട്ട് ചാടുന്ന നബിയെ. അള്ളാന്റെ നബിയെ, ഈ സിദ്ദീഖുൽ അക്ബർ അങ്ങോട്ട് കൊല്ലപ്പെട്ടു പോയാൽ സമുദായത്തിനൊന്നും പറ്റാനില്ല നബിയെ. അവിടെ നിന്ന് നഷ്ടപ്പെട്ടാൽ സമുദായം നഷ്ടപ്പെട്ടു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല എന്ന് പറയാ, ഈ ഒരു സംഭവം മാത്രം മതി അബൂബക്കർ സിദ്ദീഖിന്റെ ഈമാനിന്റെ വെയിറ്റ് മനസ്സിലാക്കാൻ. ഇതെന്താ ഈ സംഭവം എന്ന് പറഞ്ഞാൽ എന്താ? നബിത്തങ്ങളോടുള്ള ഹുബ്ബ്. എന്ത് വന്നാലും പന്നാര നബിത്തങ്ങൾക്ക് ഒരു പോറലാക്കാൻ പാടില്ല. അള്ളാന്റെ റസൂലിന് വേണ്ടി സ്വന്തം ശരീരങ്ങളെ വിറ്റവരാണ് അവര്. ആര്? മഹാന്മാരായ സിദ്ദീഖുൽ അക്ബർ അടക്കമുള്ള സഹാബാക്കൾ. നബിത്തങ്ങളോടുള്ള ഹുബ്ബാണ് സിദ്ദീഖുൽ അക്ബറിന്റെ ഈമാനിന് വെയിറ്റ് കൂട്ടിയത്. വേറെ ഒന്നുമല്ല, റസൂലുള്ളാഹി തങ്ങളുടെ ഹുബ്ബിന്റെ കടുപ്പമാണ് സിദ്ദീഖുൽ അക്ബറിന്റെ ഈമാനിന് വെയിറ്റേറിയത്. റസൂലുള്ളാഹിനോടുള്ള ഹുബ്ബ് തന്നെയാ ബഹുമാനപ്പെട്ട തങ്ങളെ നമ്മൾ ഇവിടെ ഇരുത്തിക്കൊണ്ടിട്ട് ദ്വാരപ്പിച്ചത്. റസൂലുള്ളാഹിനോടുള്ള ഹുബ്ബ ഇതിന്റെ അടിത്തറ. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മളുടെ ഈമാൻ വ്യക്തമാകുന്നത് ഏതിൽ കൂടിയാണ്? റസൂലുള്ളാഹി തങ്ങളോടുള്ളതായ ഹുബ്ബ് കൊണ്ടിട്ടാൻ. ആ ഹുബ്ബ് എങ്ങനെ വന്ന നബി പറയുന്നു, ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, നിങ്ങളുടെ മക്കളെക്കാൾ, നിങ്ങളുടെ മറ്റുള്ള എല്ലാ ജനങ്ങളെക്കാൾ നിങ്ങൾ എന്നിലേക്ക് ഇഷ്ടം വെക്കുന്നവരായിട്ടില്ലെങ്കിൽ നിങ്ങൾ ആരും മുഅ്മിനീങ്ങളല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. നബിയുടെ ഈമാൻ എവിടെയാന്ന് മനസ്സിലായോ? നബിയോടുള്ള സ്നേഹത്തിലാണ് നമ്മുടെ ഈമാനിന്റെ മാറ്റളക്കുക. ഈമാനിന്റെ മാറ്റം ഒരയ്ക്കുന്നത് നബിത്തങ്ങളോടുള്ള സ്നേഹത്തിലാണ്. അത് നബിയുടെ നാവ് കൊണ്ട് തന്നെ എടുത്തു പറയുന്നു. നിങ്ങളുടെ മക്കളെക്കാൾ, മാതാപിതാക്കളെക്കാൾ, ഇണകളെക്കാൾ, മറ്റുള്ള എല്ലാ ജനങ്ങളെക്കാൾ. ഇതന്നെ ഖുർആനും പറഞ്ഞത്, കുല്ലിൻ കാന ആബാഉക്കും വഅബ്നാഉക്കും വഇഖ്വാനുക്കും വഅസ്വാജുക്കും വഅശീറത്തുക്കും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിൻ തർളൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി. ദുനിയാവിൽ മനുഷ്യൻ ബന്ധപ്പെടുന്ന എല്ലാത്തിനെയും അല്ലാഹു എണ്ണി 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 പറയാണ്. അതിനേക്കാൾ എല്ലാം നിങ്ങൾക്ക് റസൂലുള്ളാഹിനോട് ഹുബ്ബില്ലെങ്കിൽ അള്ളാഹുവിന്റെ അദാബിനെ നിങ്ങൾ പ്രതീക്ഷിച്ചോ. അള്ളാഹുവിന്റെ അദാബ് നിങ്ങളിലേക്ക് വരുന്നതിന് നിങ്ങൾ പ്രതീക്ഷിച്ചോ. അപ്പൊ നബിത്തങ്ങളോടുള്ള ഹുബ്ബാണ് നമ്മുടെ ഈമാൻ. എല്ലാവരെക്കാളും നബിത്തങ്ങളെ നമ്മൾ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ മൂമിനീങ്ങളല്ല. ഇത് ആര് പറയുന്നു? എനിക്ക് നിങ്ങൾക്ക് നാളെ ശഫാഅത്ത് ചെയ്യുന്ന ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനികളെ, ആ നബിയുടെ വായിന്ന് ഒരു ദിവസം ഒരു വർത്താനം വന്നു. എന്താണെന്നറിയോ? മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി.
എന്നെ നിങ്ങൾ സ്നേഹിക്കണ എങ്ങനെയാണെന്നറിയോ? മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും മറ്റെല്ലാ ജനങ്ങളെക്കാളും നിങ്ങൾ എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ നിങ്ങൾ മോമിനികളല്ല. നിങ്ങൾക്ക് ഇതിനകത്ത് മെമ്പർഷിപ്പ് ഇല്ല. എന്നെ നിങ്ങൾ സ്നേഹിക്കണ എങ്ങനെയാണെന്നറിയോ? മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി. എന്റെ ചര്യകളെ നിങ്ങൾ സ്നേഹിക്കലാണ്, ഇഷ്ടപ്പെടലാണ്, പിന്തുടരലാണ് എന്നെ സ്നേഹിക്കൽ എന്ന് നബിയുനാ റസൂലുള്ളാഹി. നബിത്തങ്ങളെ സ്നേഹിക്കുന്നത് എങ്ങനെയാ? നബിത്തങ്ങളുടെ ചര്യകളെ പിൻപറ്റുക. മൻ അഹബ്ബ സുന്നത്തി ഇൻദ ഫസാദി ഉമ്മത്തി ഫലഹു അജ്റു മിഅത്തി ഷഹീദ്. എന്റെ സമുദായം എന്റെ ചര്യകൾക്ക് വില കൽപ്പിക്കാത്ത കാലഘട്ടം വരുമ്പോൾ ശ്രദ്ധിക്കണം, ഉറങ്ങരുത്. എന്റെ സമുദായം എന്റെ ചര്യകൾ അവഗണിക്കുന്ന കാലഘട്ടം വരുമ്പോൾ എന്റെ ഒരു ചര്യയെ, ഒരു സുന്നത്തിനെ ഒരാൾ നിലനിർത്തിയാൽ ആ മനുഷ്യൻ അല്ലാഹു തആല നൽകുന്നത് 100 ഷഹീദിന്റെ കൂലി എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഫലഹു അജ്റു മിഅത്തി ഷഹീദ്, 100 ഷഹീദിന്റെ കൂലി. ഇത് നബി എന്തോ ഓർമ്മക്കേടായിട്ട് പറഞ്ഞതാണെന്നാ തോന്നണേ, അല്ലേ? ഇത് നബിത്തങ്ങൾ എന്തോ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പറഞ്ഞതാണെന്നാ തോന്നണത്. ജബലുർ റൂമാത്ത് എന്ന് പറയുന്ന മലയുടെ മോളിൽ നിന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് ഇറക്കി കൊണ്ടുവരുന്ന ആൾക്കാരോട് ചോദിച്ചു, എന്റെ മൂത്താപ്പാനെ കണ്ടില്ലല്ലോ. അല്ലാണ്ട് റസൂലെ സമാധാനപ്പെടുമ്പോ നോക്കാം. അങ്ങനെ ഉഹുദ് രണാങ്കണത്തിന്റെ അടിവാരത്തിലേക്ക് എത്തുമ്പോ കേൾക്കാം ഒരു പെണ്ണിന്റെ സൗണ്ട്. അവളിങ്ങനെ അലറുകയാണ്, എടാ ഹംസേ, എനിക്ക് മതിയായടാ, എനിക്ക് തൃപ്തിയായടാ. എടാ, നിന്റെ കരളാണ് എന്റെ കയ്യിലിരിക്കുന്നത്, നിന്റെ കണ്ണിന്റെ കൃഷ്ണമണിയാ ഞാൻ ചവച്ചോണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ഈ ശബ്ദം കേട്ടിട്ട് സഹാബാക്കളുടെ ഇടയിൽ നമ്മൾ കുതിച്ചങ്ങോട്ട് മാറി. എന്തായി കേൾക്കുന്നത്? അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അബൂ സുഫിയാന്റെ കെട്ടിയോളാകുന്ന ഹിന്ദോ എന്ന് പറയുന്ന പെണ്ണ് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് നൃത്തം ചെയ്യുകയാണ്. അള്ളാന്റെ നബി അങ്ങ് ശ്രദ്ധിച്ചു നോക്കി, ഇതാരാണ് ഈ കിടക്കുന്ന മനുഷ്യൻ? റബ്ബേ, ചെവി അറുത്ത് മാറ്റിയിട്ടുണ്ട്, കണ്ണ് ചുവന്നെടുത്തിട്ടുണ്ട്, നാക്ക് മുറിച്ചു മാറ്റിയിട്ടുണ്ട്, നെഞ്ചാങ്കൂടി ഇടിച്ചു പൊളിച്ചിട്ടുണ്ട്. അള്ളാന്റെ നബി സൂക്ഷിച്ചു നോക്കുമ്പോൾ അറിയാതെ വിളിച്ചുപോയി, അമ്മീ, എന്റെ മൂത്താപ്പ. ഈ കിടക്കുന്നത് ബഹുമാനപ്പെട്ട മൂത്താപ്പ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു തആല അൻഹു ആണ്. എന്റെ മൂത്താപ്പ. അറിയാതെ വിളിച്ചുപോയി. പെണ്ണിന്റെ വർത്തമാനവും തുള്ളലും കണ്ടപ്പോൾ രണ്ടാമതും വിളിച്ചു, അമ്മീ, എല്ലാ നിലക്കും എന്നെ സഹായിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മൂത്താപ്പ. മൂന്നാമത്തെ വിളിക്ക് വേണ്ടി പൊന്നാരി നബി ചുണ്ടനക്കുകയാണ്. യാ അമ്മീ എന്ന് ചുണ്ടനക്കുന്നതിന്റെ മുമ്പ് ബഹുമാനപ്പെട്ട മുഖറബായ മലക്ക് ജിബ്രീൽ, യാ റസൂലല്ലാഹ് ഇസ്ബിർ യാ ഹബീബല്ലാഹ് സയ്യിദ് ശുഹദാ ഹംസ യാ റസൂലല്ലാഹ്. നബിയേ, ക്ഷമകേട് കാണിക്കല്ലേ, അവിവേകത്തിന് അടിമപ്പെടരുത്. ഈ കിടക്കുന്ന അങ്ങയുടെ മൂത്താപ്പയെ അല്ലാഹു തആല രക്തസാക്ഷികളുടെ നേതാവായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്ന നബിയെ. ആ മൂത്താപ്പയാവുന്ന ഹംസത്തുൽ കർറാർ തങ്ങൾക്ക് 1 ഷഹീദിന്റെ കൂലി. ഈ കാഞ്ഞങ്ങാട് മഹാനായ വലിയുള്ളാടെ മഖാമിന്റെ പരിസരത്ത് കൂടിയിരിക്കുന്ന എന്റെ സഹോദരങ്ങളെ, കുഞ്ഞനുജന്മാരെ, സഹോദരിമാരെ, കുഞ്ഞനുജത്തിമാരെ, നിങ്ങൾ റസൂലുള്ളാഹി തങ്ങളുടെ ഒരു സുന്നത്തിനെ ഇന്ന് എടുത്താൽ നിങ്ങൾക്ക് 100 ഹംസയുടെ കൂലി. നബി ഏതാണ്ട് ഉറക്കപ്പിച്ചു പറഞ്ഞതാണ്, ഓർമ്മക്കേട് പറഞ്ഞതാണ്, സ്വയബോധത്തോടെ പറഞ്ഞതല്ല, അല്ലേ? കാരണം എന്താ, നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റണില്ല. നബിയുടെ ഒരു സുന്നത്തെടുക്കുന്ന ആൾക്ക് 100 ഹംസയുടെ കൂലിയോ? ഈ ഹംസ റളിയല്ലാഹു അൻഹു എത്ര ദാരുണമായിട്ടാ ഷഹീദായത്. നിങ്ങൾ ശ്രദ്ധിച്ചോ, 100 ഹംസയുടെ കൂലി നമുക്ക് ഇന്ന് ഒരു സുന്നത്തെടുക്കുന്നതിന് കിട്ടിയാൽ മുതലാവില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങൾ തന്നെ പറയൂ. ഇപ്പൊ ഇത് എന്റെ മുസ്ലിയാരെ, ഒരു സുന്നത്തെടുക്കുന്നതിന് 100 ഹംസയുടെ കൂലി കിട്ടിയാൽ മുതലാവില്ല, കച്ചവടം നഷ്ടമാണ്. നബി പറഞ്ഞു 100 ഷഹീദിന്റെ കൂലി എന്നേക്കാൻ. സഹോദരിമാരെ, 2 കൈകളും 2 ഭാഗത്തേക്ക് പിടിച്ച് കെട്ടിയിരിക്കുകയാണ്, 2 കാലുകളും 2 ഭാഗത്തേക്ക് വലിച്ചു കെട്ടിയിരിക്കുകയാണ്. പെങ്ങന്മാരൊന്ന് ശ്രദ്ധിക്കണം.
ലേബർ റൂമിൽ പ്രസവിക്കാൻ വേണ്ടി കയറ്റുന്നതായ പൂർണ്ണ ഗർഭിണിയെ കൈകാര്യം ചെയ്യുന്നത് പോലെ ഒരു പച്ചയായ പരിശുദ്ധയായ ഒരു പെണ്ണിനെ രണ്ട് കൈകളും രണ്ട് ഭാഗത്തേക്ക് പിടിച്ച് ബന്ധിച്ചു കളഞ്ഞു, രണ്ട് കാലുകൾ വലിച്ച് രണ്ട് ഭാഗത്തേക്കും ബന്ധിച്ചു. അനങ്ങാൻ പോലും പറ്റാതെ കിടക്കുന്ന പെണ്ണിന്റെ രഹസ്യഭാഗത്തേക്ക് ഇരുമ്പിന്റെ കുന്തം തീക്കകത്ത് വെച്ച് പഠിപ്പിച്ച് തീക്കനൽ പോലെ ആക്കിയിട്ട് ആ പാവപ്പെട്ട പരിശുദ്ധയായ പതിവ്രതയായ പെണ്ണിന്റെ രഹസ്യഭാഗത്തേക്ക് കുത്തി അങ്ങോട്ട് കയറ്റുമ്പോൾ മോള് ഒന്ന് പെടക്കാൻ പോലും കഴിയാതെ ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീബി സുമയ്യത്ത് റളിയല്ലാഹു തആല അൻഹ അന്ത്യശ്വാസം വലിച്ചെങ്കിൽ സുമയ്യ ബീവിക്ക് ഒരു ഷഹീദത്തിന്റെ കൂലിയാണ്. ഈ കാഞ്ഞങ്ങാട് ബഹുമാനപ്പെട്ട ഔലിയാപ്പാപ്പാടെ ഹളറത്തിൽ വന്നിരിക്കുന്ന പെങ്ങന്മാരെ, നിങ്ങളൊരു സുന്നത്തിനെ ഇന്ന് ഈ കാലത്ത് നിലനിർത്തിയാൽ നിങ്ങൾക്ക് 100 സുമയ്യയുടെ കൂലി എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇത് ഉറക്കപ്പിച്ചു പറഞ്ഞതാണ്, ഇത് നബി ഓർമ്മക്കുറവ് പറഞ്ഞതാണ്, ഇത് നബി ഏതാണ്ട് അശ്രദ്ധമായിട്ട് പറഞ്ഞതാണ്. അല്ല, നബി കറക്റ്റായിട്ട് പറഞ്ഞതാ, നല്ല ഓർമ്മയോടെ പറഞ്ഞതാ. ഇന്ന് പെങ്ങളെ, സഹോദര, കുഞ്ഞനുജ, നിനക്കൊരു സുന്നത്തെടുക്കാനൊന്ന് സാധിക്കുമോ? ഒരു സുന്നത്ത് നിനക്കെടുത്താൽ നീ പറയും, ബാവാ മുസ്ലിയാരെ, ഞാൻ ഈ സുന്നത്തെടുത്തതിന് എനിക്ക് 100 ഹംസയുടെ കൂലി മുതലാവൂല, 100 സുമയ്യയുടെ കൂലി മുതലാവൂല. ഞാൻ ചുമ്മാ നിങ്ങളുടെ ജീവിതത്തിന്റെ ദൈനംദിനം നടന്നുകൊണ്ടിരിക്കുന്ന 1-2 കാര്യങ്ങളിലേക്കൊന്ന് ചോദിക്കട്ടെ. നമ്മൾ ആരാ സുന്നി? വർത്താനം പറയാൻ എല്ലാവർക്കും വലിയ എളുപ്പാ. ഞാനും സുന്നി, ഒക്കെ സുന്നിയാണ്. സുന്നിയാവണമെങ്കിൽ ഇത്തിരി പാടുണ്ട്. ഞാൻ ഈ സ്റ്റേജിലൊക്കെ ഇരുന്ന് ചില സമയത്ത് ആൾക്കാരോട് പറഞ്ഞ പോലെ ഈ മൈസൂർ പഴം നന്നായിട്ട് പഴുത്തത് തൊണ്ട് പൊളിച്ച് ഇവിടെ ഈ കാഞ്ഞങ്ങാടല്ല 32 പല്ലുമില്ലാത്ത ഉപ്പുപ്പായും ഉമ്മുമായും വായിലേക്കിട്ട് ഇറക്കുന്നത് പോലെയൊന്നും അല്ല സുന്നിയായിട്ട് ജീവിക്കല്. 32 പല്ലില്ലാത്ത ഇവിടുത്തെ ഉപ്പുപ്പായും ഉമ്മുമായും മൈസൂർ പഴം ഉരിഞ്ഞ് തിന്നണത് ബാമുസ്ലാരി തിന്നണത് പോലെയല്ല. ബാമുസ്ലാരി തിന്നണത് ഇങ്ങോട്ട് നോക്ക്, വേണേ കാണിച്ചു തരാം. ഉറങ്ങണവരവിടെ നിന്ന് ഉറങ്ങിക്കോ. തൊണ്ടിങ്ങനെ കുറച്ചുരിയും, എന്നിട്ട് കടിക്കും, എന്നിട്ട് ബാക്കി ഉരിയും, പിന്നെയും കടിക്കും. ബാബാമുസ്ലിയാര് പഴം തിന്നണത്. ഇവിടുത്തെ 32 പല്ലില്ലാത്ത ഉപ്പുപ്പായും ഉമ്മുമായും മൈസൂർ പഴം തിന്നണ എങ്ങനെയാണെന്നറിയോ? മൊത്തം തൊണ്ടും കൂടി ഉരിഞ്ഞിട്ട് അതിന്റെ അറ്റത്തുള്ള കണ്ണയിൽ ഇങ്ങനെ പിടിക്കും. അപ്പൊ പഴം ഇങ്ങനെ പൊങ്ങിയിരിക്കും, തൊണ്ടൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കും, ഇങ്ങനെ ഇരിക്കും പഴം. എന്നിട്ട് ഈ പല്ലില്ലാത്ത മോണെ അങ്ങോട്ട് അകത്തിയിട്ട് ഉപ്പുപ്പായ അല്ലെങ്കിൽ ഉമ്മുമായ പഴം വായിലേക്ക് വെക്കും. എന്നിട്ടോ തൊണ്ടം കെടുത്ത് കളയും. എന്നിട്ട് ഈ അടിയിലത്തെ താട മോളിലത്തെ താടയിലേക്ക് ഇങ്ങനെ ഇങ്ങനെ അപ്പൊ ഷീന്ന് പഴം അടിയിലേക്ക്. തൊട്ടടുത്തിരുന്ന പേരക്കിടാവ് അറിഞ്ഞില്ല ഉമ്മൂമ്മ ഒരു പഴം അടിയിലേക്ക് വിട്ടത്, ഉപ്പൂപ്പ വിട്ടത് അറിഞ്ഞില്ല. നേരം വെളുത്ത് ക്ലോസറ്റിലേക്ക് എന്തിരുന്നാലോ ഒരു മനുഷ്യനും അറിയില്ല, ഷീന്ന് പോയിക്കൊണ്ടിരിക്കും. ആൾക്കാരുടെ ധാരണ ഈ സുന്നിയാവുക എന്നൊക്കെ പറയണത് ഇങ്ങനെയാന്നാ. വലിയ ഇടങ്ങേറാ സുന്നിയാവാൻ. ഉള്ളം കയ്യില് തീക്കല്ല് വെച്ചുകൊണ്ട് നടക്കുന്നതിനേക്കാളും ദുരിതാ. എന്നിട്ട് സുന്നി എന്ന് പറഞ്ഞ് പ്രകടനം നടത്തിക്കൊണ്ട് നടക്കുകയാണ്. നമ്മള് ശരി സുന്നിയാവണം. പ്രകടനം നടത്തിയാലൊന്നും സുന്നിയാവൂല. എവിടെയാ നമ്മുടെ ജീവിതത്തിന് സുന്നി? നിങ്ങളുടെ മരണ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് സുന്നിയാകാൻ പറ്റുന്നുണ്ടോ? വിവാഹത്തിൽ നിങ്ങൾക്കിന്ന് സുന്നിയാകാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ വേഷവിധാനത്തിൽ നിങ്ങൾക്ക് സുന്നിയാകാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ മക്കളെ പള്ളിക്കൂടത്തിലേക്ക് വിടുന്നതിൽ നിങ്ങൾക്ക് സുന്നിയാകാൻ പറ്റുന്നുണ്ടോ? നിങ്ങളൊരു ഭക്ഷണം കഴിക്കുന്നിടത്തിൽ നിങ്ങൾക്ക് സുന്നിയാകാൻ പറ്റുന്നുണ്ടോ? ചുമ്മാ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ 1-2 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. അല്ലാണ്ട് എനിക്ക് വഴുതു പറയാൻ നേരമില്ല. വഴുതു പറയാനുള്ള സമയം കഴിഞ്ഞു. അതുകൊണ്ടാ നേരം വളരെ വൈകി. അത് മാത്രമല്ല, ഇന്ന് എന്റെ ബഹുമാന്യനായ സുഹൃത്ത് അമീതാജി ഇവിടെ ഇതിന്റെ സംഘാടകരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടു. യഥാർത്ഥത്തിൽ എനിക്കിന്ന് ഇവിടെ വരാൻ പറ്റിയൊരു ദിവസമല്ല. എന്റെ തൊട്ട് ചേർന്നുള്ള വീട്ടിൽ എന്റെ ഒരു ബന്ധു ഇന്ന് വെളുപ്പിന് 3 മണിക്ക് മരണപ്പെട്ടു. ഞാൻ വല്ലാതെ ദുരിതം കഴിച്ചിട്ട് അവിടെ എത്തിയത്. ഇന്നലത്തെ പ്രസംഗം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്ന് വണ്ടി അങ്ങോട്ട് കയറി 1/2 മണിക്കൂർ കഴിയുമ്പോഴാണ് മരിക്കണത്. അപ്പൊ ഒരു പോളക്കണ്ണുറങ്ങിയിട്ടില്ല. എന്റെ ശേഷം എറണാകുളം ജില്ലയിലെ അങ്കമാലിന്ന് ഞാനിവിടെ വരണമെങ്കിൽ, ആലുവയിൽ ഇവിടെ വരണമെങ്കിൽ എന്തൊരു ഇതുണ്ടാവും നിങ്ങൾ ചിന്തിച്ചു. അപ്പൊ എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല, ഞാൻ പറയല്ല. നിന്ന് പറയണ ആളോ ആയാലും നിന്നൊക്കെ പറയും, എന്നും കുഴപ്പമൊന്നുമില്ല. എന്നാലും എനിക്ക് നിൽക്കാൻ പറ്റണില്ല, അതുകൊണ്ട് ഇങ്ങനെ ഇരുന്നാണ്. അള്ളാഹുവെ, മരിക്കുന്നതിനെ ദീനിന്റെ ഖിദ്മത്തിന് ഞങ്ങൾക്ക് 2 കൂട്ടർക്കും അള്ളാഹ് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. മരിക്കണവരെ ഇങ്ങനെ അള്ളാഹ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നടക്കണം. നമ്മൾ അതിനുവേണ്ടി ജീവിക്കുന്നവരാണ്.
പടച്ചവനെ, നിന്റെ പന്നാർ നബിത്തങ്ങളെ എല്ലാറ്റിനേക്കാളും ഉപരി സ്നേഹിക്കുന്ന യഥാർത്ഥ സുന്നത്യമാത്തിന്റെ വക്താക്കളാക്കി ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ. ഇവിടെ ശ്രദ്ധിച്ച് എന്താ പറഞ്ഞത്? മരിച്ച വീട്ടിൽ നിങ്ങൾക്കിന്ന് സുന്നത്തെടുക്കാൻ കഴിയുന്നുണ്ടോ? ഇന്ന് ഒരു സുന്നത്ത് നിലനിർത്തുന്ന വ്യക്തിക്ക് നബി എന്തു പറഞ്ഞു? 100 ഹംസയുടെ കൂലി അല്ലാഹു തആല തരും. മോളെ, മറയിലിരിക്കുന്ന പെങ്ങന്മാരെ, 100 സുമയ്യയുടെ കൂലി തരും. നമുക്കൊന്ന് പറ്റുന്നുണ്ടോ? ഇന്ന് മരണ വീടുകളിൽ നമ്മ കാണുന്നത് എന്താ? ഞങ്ങളുടെയൊക്കെ നാട്ടിലെ ശൈലിയായി പറയുന്നത്, നിങ്ങളുടെ നാട്ടിലെ എങ്ങനെയാന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ മരിച്ചാ ചെയ്യണ എങ്ങനെയാണെന്നറിയോ? അത് കാണിച്ചു തന്നെ എങ്ങനെ? മയ്യത്ത് ഇങ്ങനെ കിടത്തും, ഉറങ്ങാത്തവരിങ്ങ് നോക്കും. എന്നിട്ട് മയ്യത്തിനെ എന്ത് ചെയ്യും? ഇങ്ങനെ തുണിയിട്ട് മൂടും. തുണിയിട്ട് ഇങ്ങനെ മൂടും. എന്നിട്ട് ഈ മയ്യത്തിന്റെ തലയ്ക്കും ഭാഗത്തും ഒരുത്തരം നിർത്തും. ആളുകൾ ഇങ്ങനെ കൂട്ടമായിട്ട് വരുമ്പോ ഇവനിങ്ങനെ പൊക്കി കാണിക്കുക. എന്നിട്ട് ഇവൻ ഈ ആളുകളുടെ കാലയിലേക്ക് നോക്കും, ആളുകൾ മാറുന്നുണ്ടോന്ന്. അപ്പൊ കാല് നീങ്ങിപ്പോയില്ലെങ്കിൽ ഇവനെന്ത് ചെയ്യും? നിൽക്കുന്ന ആളുകളുടെ മുഖത്തേക്ക് നോക്കും. അപ്പൊ അവര് ഇങ്ങനെ കാണിക്കും, മതിയെന്ന്. അപ്പവും മൂടും. അടുത്ത വാച്ച് വരും, പൊക്കും, നോക്കും, കാണിക്കും. ഇവിടെ ധാരാളം ഉലമാക്കളുള്ള നാടാണ്. ഇങ്ങനെ വരുന്നവരെല്ലാം ക്യൂ ആക്കി നിർത്തി ഇങ്ങനെ കാണിക്കണമെന്ന് ഏത് കിതാബില? ജനാസ കാണണ്ടെന്ന് ഈ പറഞ്ഞതിന് അർത്ഥമില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ അന്ത്യസമയം, ബഹുമാനപ്പെട്ട നബിത്തങ്ങളുടെ വഫാത്തിനെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ഖബില ഉമർ അഹ്റസ ഉസ്മാൻ അഖ്റദ അലി. ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അകത്തേക്ക് അങ്ങോട്ട് കയറിയിട്ട് മുഖത്തുനിന്ന് ആ തുണി അങ്ങോട്ട് മാറ്റുമ്പോൾ പൊന്നാര നബിയുടെ തിരുകണ്ണുകൾ അടഞ്ഞിരിക്കുകയാണ്. റബ്ബേ, അലി ഇബ്നു അബീ താലിബ് തങ്ങളെ മുഖമങ്ങ് കണ്ടിട്ട് ഇരുന്നു പോയി. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ സ്ഥലത്തില്ല. മഹാനവറുകൾ കുറെ കഴിഞ്ഞ് അകത്തേക്ക് വന്ന് ഉള്ളിലേക്ക് കയറി. പൊന്നാര നബിയുടെ പൂമുഖം കണ്ടപ്പോൾ അറിയാതെ ചുംബനം കൊടുക്കാനങ്ങ് നീങ്ങിയതായ സിദ്ദീഖുൽ അക്ബറിന്റെ കണ്ണിൽ നിന്ന് കണ്ണ് നേർത്തുള്ളികൾ നബി തങ്ങളുടെ പവിത്രമായ കവിൾത്തടത്തിലേക്ക് ഇറ്റ് വീണപ്പോൾ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ തന്റെ കൈകൊണ്ടത് തൂത്തെടുത്ത് മാറ്റിയപ്പോൾ, ഇതൊക്കെ ജനാസ കാണൽ അനുവദിനല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ ചെയ്യുമോ? ജനാസ കാണേണ്ടവരാ കാണേണ്ടത്, കാണാൻ അർഹതപ്പെട്ടവരാ കാണേണ്ടത്. ബഹുമാനികളെ, പ്രദർശന വസ്തുവാക്കി വരുന്നവരെ എല്ലാം കാണിക്കാൻ, അങ്ങനെ കാണിക്കാൻ വേണ്ടി കട്ടിലിന്റെ അടുത്തൊരാളെ നിർത്താൻ ഏത് കിതാബില സഹോദര? ഇങ്ങനെ ഇങ്ങോട്ട് ശ്രദ്ധിക്ക്, നമ്മളൊക്കെ ശൂന്യാവാൻ പോവാണ്. അങ്ങനെ ഈ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യത്ത് കെട്ടലിലേക്ക് അങ്ങ് എടുത്തു വെച്ചിട്ട് ഞങ്ങളുടെ നാട്ടിലൊരു പതിവുണ്ട്. ഒരു യാസീൻ ഓതി കട്ടിലേൽ എടുത്തു വെച്ചിട്ട് യാസീൻ ഓതി ദുആ ചെയ്ത് കഴിഞ്ഞിട്ടാണ് മയ്യത്ത് എടുത്തോണ്ട് പോവുക. ഇങ്ങനെ മയ്യത്ത് യാസീൻ ഓതി അങ്ങ് കഴിഞ്ഞാൽ അവിടെ നിൽക്കണ ഏറ്റവും ശബ്ദമുള്ള ഒരുത്തൻ അങ്ങ് വിളിച്ചു പറയും, ഇനി ആരെങ്കിലും കാണാണ്ടോ? കാണാൻ നീ ഇവിടെ കടന്നു, അതെ എടുക്കാൻ പോവാൻ, കടന്നു വേമ്പ അതെ എടുക്കാൻ പോവാൻ. ഒരൊറ്റ ഇടി അവന്റെ ആ മോന്തയ്ക്ക് കൊടുക്കണം. അപ്പൊ തന്നെ നിങ്ങൾ ശേഷിയുള്ളവരുണ്ടെങ്കിൽ 32 കൊല്ലം താഴെ കാണിച്ച വീഴണം. എടാ കഴുതേ, പോത്തെ, വിവരമില്ലാത്ത വിഡ്ഢി, എവിടെയാണ് ഇങ്ങനെ വിളിച്ച് ആളുകളെ കാണിക്കാൻ? നീ ഏത് കിതാബിലാ നമുക്കത് കാണിച്ചു തരാവോ? ഏത് കിതാബിലാ ഇങ്ങനെ ജനാസ പോണ ആൾക്കാരെല്ലാം വിളിച്ചു കാണിക്കണം? നീ ഒരു പണിയേ, ഈ കാഞ്ഞങ്ങാട് റോഡിലേക്ക് ഇറങ്ങി നിന്നിട്ട് റോട്ടിൽ കൂടെ പോകുന്ന സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മുടെ സുലൈമാൻ കാക്ക സുഖമില്ലാൻ, സുലൈമാൻ കാക്കാരെ ഇനി ആരെങ്കിലും കാണാനുണ്ടോ? അത് സുന്നത്താണ്. രോഗിയായ മനുഷ്യനെ പോയി കാണല് സുന്നത്താണെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്ന് കരുതി കാണല് ഹറാമായ ലൈല സൂക്കേടായി കിടക്കുമ്പോ ചെയ്താലി പോയി കാണാനല്ല ഈ പറഞ്ഞ്. കാണൽ അനുവദനീയമായവർക്ക് പോയി കാണാം, അതിന് തെറ്റില്ല. ജനങ്ങളെ, ഇങ്ങനെ ജനാസയെ പ്രദർശന വസ്തുവാക്കാൻ ഇസ്ലാമിൽ എവിടെയാണ് തെളിവ്? എങ്ങനെയാണ് നമ്മളുടെ ജനാസയെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്? സുഹൃത്തുക്കളെ, നിങ്ങൾ മക്കത്ത് പോയില്ലേ? പുണ്യമാക്കപ്പെട്ട മസ്ജിദുൽ ഹറാമിൽ നിസ്കരിച്ചില്ലേ? ഇവിടെ ആരെ ഇപ്പൊ പോകാത്ത വളരെ അപൂർവ ആൾക്കാരുണ്ടാവുള്ളൂ. ഞാൻ ഇവിടെ വന്ന് ഞാൻ മനസ്സിലാക്കി നിങ്ങളുടെ നാടിനെ സംബന്ധിച്ച്. ഞാനിവിടെ വന്നിട്ട് 1-2 മണിക്കൂറായുള്ളെങ്കിലും
ഈ നാടിന്റെ ഏറെക്കുറെ ശൈലിയൊക്കെ ഞാനിങ്ങനെ വന്നപ്പോ ഏറെക്കുറെയൊക്കെ എനിക്ക് മനസ്സിലായി. ഒരു നാട്ടില് പള്ളി കണ്ടാല്, ഒരു നാട്ടില് മുസ്ലിയാരെ ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോകുന്ന വീട് കണ്ടാല്, ഒരു നാട്ടില് ആ നാടിന്റെ പരിസരത്തുള്ളതായ മറ്റുള്ള കാഴ്ചകളൊക്കെ കണ്ടാല് ആ നാടിന്റെ ഏറെക്കുറെ ശൈലി നമുക്ക് വിലയിരുത്താൻ പറ്റും. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ സാമ്പത്തികമായി ഒരു അനുഗ്രഹിക്കപ്പെട്ട നാടായി നാട്. വലിയ ദരിദ്രവാസികളൊന്നും നാട്ടിലില്ല. അപ്പൊ ഈ നാട്ടിൽ നിന്ന് കഅബ കാണാത്തവർ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഒരു ഉംറയ്ക്കെങ്കിലും പോകാത്തവരുണ്ടാവില്ല. നിങ്ങൾ ചെന്നപ്പോ കണ്ടില്ലേ മനുഷ്യരെ? ധാരാളം ജനാസ കഅബാലയത്തിന്റെ മുന്നിലേക്ക് വന്നത് നിങ്ങൾ കണ്ടോ? വരുന്നതായ ജനാസകൾ ഏത് കോലത്തിലാ വരുന്നത്? ചില ജനാസ വരുന്നത് ഇങ്ങനെയാണ്. എങ്ങനെ? ഈ കട്ടിലേല്, മയ്യത്ത് കട്ടിലേല് ഇങ്ങനെ ഒരു പലക വെച്ച് കൊണ്ടുപോകണ പോലെ ഇങ്ങനെ ഇങ്ങനെ ഉണ്ട്. ശ്രദ്ധിക്കണത്. ചില മയ്യത്ത് അങ്ങനെയല്ല. മയ്യത്ത് കട്ടിലിനകത്ത് മയ്യത്ത് കിടത്തിയതിന്റെ ശേഷം മോളിലൊരു കൂട് വെച്ച് മൂടിയതിന്റെ ശേഷം കൂടിന്റെ മുകളിൽ ഒരു തുണിയിട്ട് മൂടുകയാണ്. ഇങ്ങനെ രണ്ട് വിധത്തിലാണ് മയ്യത്ത് കെട്ടിലെ മസ്ജിദുൽ ഹറാമിൽ ഇറങ്ങിപ്പോകുന്നത്. ഇതാരാണോ ഈ രണ്ട് വിധം ഈ ലോകത്ത് ഈ സമുദായത്തിന് പഠിപ്പിച്ചു കൊടുത്തത്? പലകയിൽ വെച്ച് പോയ ജനാസ ആരുടേതാണെന്നറിഞ്ഞോ? ഈ സമുദായത്തിലെ പുരുഷ വിഭാഗത്തിന്റേതാണ്. തടസ്സമില്ല. പുരുഷന്മാരുടെ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോയാ മതി, അതിന് തടസ്സമൊന്നുമില്ല. മയ്യത്ത് കെട്ടിലിന് കൂടുണ്ടാക്കി, കൂടിന്റെ ഉള്ളിൽ ജനാസ കിടത്തി, കൂടിന്റെ മുകളിൽ തുണിയിട്ട് മൂടി പോയത് ആരുടേതാണെന്നറിയോ? ഈ സമുദായത്തിലെ സഹോദരിമാരുടെ ജനാസയാണ്. ഒരു പെണ്ണിന്റെ ജനാസ കഫൻ ചെയ്താൽ കഫത്തിന്റെ മുകളിലൂടെയും അന്യപുരുഷന്മാര് കാണേണ്ട മനുഷ്യരെ ഇത് നബിത്തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ജനാസ കൊണ്ടുപോകുമ്പോൾ മയ്യത്ത് കട്ടിലിന്റെ കൂടിന്റെ മുകളില് നിങ്ങൾ തുണിയിട്ട് മൂടിക്കൊണ്ടോനെ ആ പെണ്ണിന്റെ ബോഡിയുടെ വലിപ്പം അന്യപുരുഷന്മാർക്ക് കാണാൻ ഇടവരണ്ട. ഇത്രമാത്രം പെണ്ണിന്റെ ജനാസയ്ക്ക് സുരക്ഷിതത്വം ഇസ്ലാം കൊടുത്തുവെങ്കിൽ ഇന്ന് ജനാസയുടെ അവസ്ഥ എന്താ? ഇരിക്കുന്ന ആണുങ്ങളെ, നിന്റെ വീട്ടിൽ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ മരിച്ചാൽ, നിന്റെ മോള് മരിച്ചാൽ, നിന്റെ പെങ്ങള് മരിച്ചാൽ, നിന്റെ ഉമ്മ മരിച്ചാൽ സുന്നിയായിട്ട് നിനക്ക് ആ ജനാസ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടോ സഹോദര? ഇനി നിങ്ങളൊന്ന് സുന്നി ആവാൻ തീരുമാനിച്ചേ. ബാബാ മുസ്ലിയാരെ, ഓ ഞാൻ സുന്നിയാകാൻ തീരുമാനിക്കുകയാണ്. അപ്പൊ നിന്റെ വീട്ടിലൊരു മരണം ഉണ്ടായി. നിന്റെ വീട്ടിൽ മരിച്ചിരിക്കുന്ന നിന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയാണ്. ഭാര്യ മരണപ്പെട്ടു. നീ സുന്നിയാകാൻ തീരുമാനിക്കുകയാണ്. എങ്ങനെയാ സുന്നിയാകുന്നത് സഹോദര? ജനാസ കാണിക്കാതിരിക്കലാണ് നീ സുന്നിയാകല്. നിന്റെ ഭാര്യയുടെ ജനാസ അകത്തെ മുറിയിൽ നീ കിടത്തി. പെണ്ണുങ്ങൾക്ക് കയറി വരാനുള്ള സൗകര്യം നീ ഏർപ്പെടുത്തി. ആണുങ്ങൾ വരാൻ സാധ്യതയുള്ള മുറിയുടെ കവാടത്തിൽ നീ കസേരയിട്ടങ്ങിരുന്നു.